അനേക ഭക്തന്മാർ ശക്തിയോടെ നിന്ന് ശുശ്രൂഷിച്ച ദൈവത്തെ ഉയർത്തിയ ഈ വേദിയിൽ സാധുവായ അടിയനും നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം അടിയനോട് കാണിച്ച സ്നേഹത്തിന്, കരുണയ്ക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി കരേറ്റുകയാണ്. ദൈവമക്കളെ, അല്പസമയമേ നമ്മൾ ഈ പാദപീഠത്തിങ്കിലായിരിക്കുന്നുള്ളൂ എങ്കിലും എന്താ പറയുക, വക്രത കൂടാതെ, ആർട്ടിഫിഷ്യൽ ആവാതെ, എന്താ പറയുക, അഭിനയ ഭക്തി കൂടാതെ ഹൃദയം പകർന്ന് അപ്പ ഈ നാളുകളിൽ ആഗ്രഹിക്കുന്നതാ ഹൃദയം ദൈവവുമായിട്ടൊരു അഭേദ്യമായ ബന്ധത്തിലായിരിക്കാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ക്രിസ്തുവേശുവിൽ ചില മിനിറ്റുകളിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രാണപ്രിയനെ ഉയർത്താം. അതരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും അത് സ്വയ പുകഴ്ചയ്ക്കോ സ്വയ ഉയർച്ചയ്ക്കോ അല്ല, അതിനെല്ലാം തിരുനാമത്തിന് തന്നെ മഹത്വം വരുന്നതിന് കാരണമായി തീരേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. ഞാൻ എപ്പോഴും ചിരിക്കുന്ന ഒരാളാണ്, അപ്പം നിങ്ങളും അതുപോലെ സന്തോഷമായിട്ടിരിക്കുന്ന എനിക്കിഷ്ടം. കാരണം അല്പകാലമേ ചിരിക്കാൻ കിട്ടത്തുള്ളൂ. നമ്മളെല്ലാം പോവല്ലേ? ഇല്ലേ? പോകുന്നില്ലേ? എന്നെ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പഠിപ്പിച്ചൊരു കാര്യം വരട്ടെ. ഇത് നമ്മുടെ ഒരു ടൂർ പാക്കേജാണ്. ഈ ലോക ജീവിതം ഒരു ടൂർ പാക്കേജാണ്. ഞാൻ കൊക്കോ കേരള എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് കമ്പനിയിൽ കുറേ നാൾ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തതാണ്. ഇപ്പം വിദേശത്തു നിന്ന് വരുന്നതും അല്ലെങ്കിൽ എന്താ പറയുക നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഗസ്റ്റ് ഞങ്ങളോട് പറയും ഒരു 5 nights 6 days പാക്കേജ് ഞങ്ങൾക്ക് വേണമെന്ന് പറയും. അപ്പം ഞങ്ങൾ തീരുമാനിക്കും, അവരുടെ കാറ്റഗറി മാത്രം അവരോട് ചോദിക്കും, ബഡ്ജറ്റ് ചോദിക്കും, അതിനനുസരിച്ച് ഏത് ഹോട്ടലിൽ താമസിക്കണം, ഏത് സ്ഥലത്ത് എത്ര ദിവസം താമസിക്കണം, ഏത് വാഹനത്തിൽ യാത്ര ചെയ്യണം, തിരിച്ചെപ്പോൾ എയർപോർട്ടിൽ ചെല്ലണം, ഈ എന്ത് ഭക്ഷണം കഴിക്കണം, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ഈ ടൂർ പാക്കേജ് പ്രിഫറൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതുപോലെ ഒരു ടൂർ പാക്കേജിലാണ് വിട്ടേക്കുന്നത്. എനിക്ക് തന്ന ടൂർ പാക്കേജിൽ ഓഗസ്റ്റ് മാസം 24-ാം തീയതി ഈ ദൈവസഭയിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കണം എന്ന് അപ്പൻ എഴുതി ഐറ്റ്നറി തന്നാ വിട്ട്. ആ ഐറ്റ്നറി പ്രകാരമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മുടെ ദേശം ഇവിടെയല്ല, നമ്മൾ പരദേശവാസികളെ പോയേ പറ്റത്തുള്ളൂ. പോകാൻ ആഗ്രഹിക്കുന്നവർ പോകും, ഒരുങ്ങുന്നവർ പോകും, നിർബന്ധിച്ചാരെയും കൊണ്ടുപോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ദിനം പ്രതി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഒരുങ്ങുന്നവരും ദിനം പ്രതി കർത്താവിൻ്റെ നാമത്തെ പ്രത്യാശിക്കുന്നവരും ആ മണവാളൻ്റെ പൊന്നുമുഖം കാണാൻ ആഗ്രഹിക്കുന്നവരുമായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യവും ഉദ്ദേശവും. അതിനായി കിട്ടുന്ന ഒരു സെക്കൻഡ് പോലും പാഴാക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. ഒരു സെക്കൻഡ് പോലും പാഴാക്കരുത്. മയങ്ങിയും ഒഴിവ് കഴിവ് പറഞ്ഞും ഉപാധികൾ പറഞ്ഞുമൊക്കെ കാലം കഴിച്ചും ഇവിടം വരെയൊക്കെ എത്തി. ഇനി നമുക്കതിനുള്ള സമയമില്ല കേട്ടോ. നമുക്ക് ധൃതിയോടെ തിടുക്കത്തോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരായി വേഗത്തിൽ ഒരു തിരുവചന ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മീറ്റിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചുവെങ്കിലും ഇന്നലെ രാത്രി എന്നോട് ഇടപെട്ട ഒരു വചനം, ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടറിന് ദൈവസഭ തയ്യാറാകുക. ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടറിന് ദൈവസഭ തയ്യാറാകുക. ഒരു കൂടിച്ചേരലിന്, ഒരു സഹവാസത്തിന്, ഒരു യാദൃച്ഛികമായ ഒരു സമാഗമനത്തിന് ദൈവസഭ തയ്യാറാകുക എന്നുള്ളത്, ഒരു കൂടിക്കാഴ്ചയ്ക്ക്, കർത്താവുമായ ഒരു കൂടിക്കാഴ്ച. നമ്മൾ വർഷങ്ങളുടെ പഴക്കം നമുക്ക് പറയാൻ കാണും. ഒരുപാട് വർഷങ്ങളായിട്ട് ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ലിസ്റ്റ് നമുക്ക് പറയാൻ കാണും. ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച നന്മകളുടെ കണക്ക് നമുക്ക് പറയാൻ കാണും. ദൈവം തന്ന വിടുതലുകളുടെ എണ്ണമില്ലാത്ത സംഖ്യകൾ നമുക്കിവിടെ എന്താ പറയുക എല്ലാവരുടെയും മുമ്പിൽ സംസാരിക്കാൻ കാണും. പക്ഷേ അപ്പൻ പറയുക, ഞാനുമായ ഒരു കൂടിക്കാഴ്ച ഈ സഭയ്ക്കും എനിക്കും നിങ്ങൾക്കും എല്ലാം ആവശ്യമാണെന്ന്. കൂടിക്കാഴ്ച, ഒരു എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നവരായിരിക്കില്ല, നമ്മൾ ഒരു മിനിറ്റ് അടങ്ങി ഇരിക്കത്തില്ല. അതാ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ നമുക്കൊരു തിരുവചന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2, 3, 4 വാക്യങ്ങൾ ആരെങ്കിലും വായിക്കാമോ? പുറപ്പാട് 3-ാം അധ്യായം. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. മതി. അമലവരും വായിച്ച വേദഭാഗം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ പറയാൻ പോകുന്നതെന്ന്? ഇല്ല, നമ്മൾ അങ്ങനെയാണല്ലോ, പെട്ടെന്നൊരു വാക്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇന്നത്തെ പ്രസംഗം എന്നതായിരിക്കുമെന്ന്. സ്തോത്രം.
എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്ന ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവച്ച് പ്രാർത്ഥിക്കാനാണ് ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാനത്തിൽ ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞ് ആ പുസ്തകത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ മക്കളുടെ കണ്ണുനീർ ഞാൻ കണ്ടു, അവരുടെ കഷ്ടത ഞാൻ കേട്ടു, ഞാനതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയായ ദൈവം ഒരു അഭിഷിക്തനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, പലരും ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞ് നമ്മളെ ക്ലോസ് ചെയ്യുമ്പോൾ കർത്താവ് പറയുക ഇല്ല ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല. പലരും ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത ചരിത്രത്തെ സ്വർഗം പറയുക അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, ഇനി മുന്നോട്ട് ചലിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് പകൽ സ്വർഗം നമ്മളെ ചലിപ്പിക്കുന്ന പകലാണെന്ന് ആത്മാവിൽ വിശ്വസിച്ച് വേണം ദൈവസന്നിധിയിലിരിക്കാനായിട്ട്. നോക്കി, പുറപ്പാട് പുസ്തകത്തിന്റെ പ്രാരംഭത്തില് യഹോവയായ ദൈവം ജനത്തിന്റെ കഷ്ടത കണ്ടു. ഊഴി വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ പീഡനമെല്ലാം കർത്താവ് കണ്ടിട്ട് മോശയെ എഴുന്നേൽപ്പിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് കർത്താവ് ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ജനത്തിൻ്റെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെ തന്നെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, യേശു അപ്പനെ എനിക്കൊന്ന് കണ്ടാൽ മതി, അപ്പനെ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പൻ്റെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇതിൻ്റെ നടുവിലിരിപ്പുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ പ്രാണപ്രിയന്റെ പൊന്നുമുഖം ഒന്ന് കാണുക എന്നുള്ളതാ. ആ തങ്ക തിരുമുഖത്തേക്ക് ഒന്ന് നോക്കി ആ മുഖത്തെ ഒന്ന് കണ്ട് ആ കണ്ണുനീരില്ലാത്ത, കഥനമില്ലാത്ത, കഷ്ടതയില്ലാത്ത, എല്ലാറ്റിലും ഉപരി എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ എന്നെ ഇതുവരെ ചേർത്ത് പിടിച്ച എൻ്റെ മണവാളനെ ഒന്ന് ആലിംഗനം ചെയ്യാനാ എൻ്റെ ഹൃദയത്തിൻ്റെ വിമങ്ങല. അപ്പം നമ്മൾ വിളിക്കുമ്പം, നമ്മൾ കരയുമ്പം നമ്മുടെ അടുക്ക വരുന്നൊരു കർത്താവ് ഉണ്ട് എന്നുള്ള കാര്യം തെളിവായിട്ട് നമുക്ക് മനസ്സിലായല്ലോ. ഇവിടെ നാം വായിച്ച വേദഭാഗം മോശയുടെ ജീവിതത്തിൽ നടന്ന ഒരു കൂടിക്കാഴ്ച, കർത്താവുമായി നടന്ന ഒരു എൻകൗണ്ടറിനെ കുറിച്ചാണ് നമ്മളിവിടെ വായിച്ചത്. മോശയെ നമുക്കെല്ലാവർക്കും അറിയാം, 120 വയസ്സുള്ള വരെ ജീവിച്ച ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ ലഭിച്ച ആൾ. 3 കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ജനിച്ച സമയം മുതൽ 40 വർഷം മിസ്രൈമ്യരുടെ കൊട്ടാരത്തിൽ, ഫറവോന്റെ കൊട്ടാരത്തിൽ സകല അഭ്യസ വിദ്യകളും പരിചരിച്ച് പഠിച്ച് സകല പ്രാവീണ്യവും നേടി 40 വർഷം കൊട്ടാരത്തിലായിരുന്ന ഒരു കാലഘട്ടം. 40 വർഷം കൊട്ടാരത്തിലായിരുന്നപ്പോഴും ഇത് മുഴുവനും പഠിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ കായിക ബലം കൊണ്ട് എൻ്റെ ജനത്തെ ഇവിടുന്ന് വിടുവിക്കാൻ പറ്റുമെന്ന്. ഞാൻ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? കായിക ബലം കൊണ്ട് എനിക്ക് ഈ ജനത്തെ ഇവിടുന്ന് വിടുവിക്കാൻ കഴിയുമെന്നൊരു ചിന്തയോടുകൂടെ 40ാമത്തെ വർഷം താനൊരു മിസ്രൈമിനെ അടിച്ചു കൊന്നു. നമുക്കറിയാം, മണ്ണിനടിയിൽ പൂഴ്ത്തി. പിറ്റേ ദിവസം 2 എബ്രായർ തമ്മിൽ വഴക്കുണ്ടാക്കിയപ്പോൾ താൻ ചെന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായി, എൻ്റെ കായിക ബലം കൊണ്ട് ഇതിൻ്റെ നടുവിലൊരു കാര്യം നിങ്ങൾ മിണ്ടണില്ല, നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ എന്തൊക്കെയോ ആണെന്ന് ചിന്തിച്ച് ജീവിച്ച ഒരു 40 വർഷം. അദ്ദേഹത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മിസ്രൈമിലെ സകല ജ്ഞാനവും സകല പഠനവും രാജകീയ പ്രൗഢിയോടുകൂടെ പൂർത്തിയാക്കിയ ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തെ സ്വയത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അടുത്ത 40 വർഷം എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രാരംഭമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അദ്ദേഹം അവിടെ നിന്ന് ഓടി ഇത്രോവിൻ്റെ ആടുകളെ മേയ്ക്കുന്നതിലേക്ക് പോയി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിയോഗമുള്ളൊരു ഭക്തനെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിനൊരു മനുഷ്യനിൽ നിയോഗമുണ്ടെങ്കിൽ, അവനെ ദൈവത്തിന് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അവനൊരു എൻകൗണ്ടർ വരുന്നതിന് മുമ്പേ അവൻ്റെ സേഫ് സോൺ സ്വർഗം തകർത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായെന്നറിയില്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ദൈവത്തിനൊരു മനുഷ്യനെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവത്തിനൊരു മനുഷ്യന്റെ മേൽ എൻകൗണ്ടർ അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച നടത്തി ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവനെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അവനെ ഒറ്റയ്ക്കാക്കുന്ന സേഫ് സോൺ സ്വർഗം അത് തകർത്തിരിക്കും. ഹല്ലേലൂയ.
ഏതെങ്കിലുമൊക്കെ സേഫ് സോൺ തകർന്നിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട, തമ്പുരാന് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. എവിടെയെങ്കിലൊക്കെ സേഫ് സോൺ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലൊക്കെ സേഫ് സോൺ തകർന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഭാരപ്പെട്ട് പോകരുത്. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു നിയോഗമുണ്ട്. ആ നിയോഗത്തിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക് നിന്നെ എടുത്തുകൊണ്ട് പോകുവാനാ. ഞാനും വളരെ കംഫോർട്ടബിൾ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, പിതാവ് ഉണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, വളരെ കംഫോർട്ടബിൾ, സേഫ്, ഒന്നിനെക്കുറിച്ചും ടെൻഷനില്ല. കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ അധ്വാനിക്കുന്ന കർത്തൃദാസൻ, എൻ്റെ ഭർത്താവ്, എന്ത് സങ്കടവും എപ്പോൾ വിളിച്ചാലും കേൾക്കുന്ന പിതാവ്, ഏത് സാഹചര്യത്തിലും എന്തിനും പര്യാപ്തമായ രീതിയിൽ അത്യാവശ്യം നല്ലൊരു ജോലി കൊച്ചി ലേക്ഷോർ ഹോസ്പിറ്റലിൽ വളരെ സേഫായിട്ട് നീങ്ങിയിരുന്നൊരു സമയത്താണ് അപ്പൻ എൻ്റെ ഓരോ സേഫ് സോണുകൾ ഓരോന്നായിട്ട് തച്ചുടയ്ക്കാൻ തുടങ്ങി. 2015 ആദ്യം എൻ്റെ സങ്കടങ്ങൾ കേട്ട് എന്നെ ആശ്വസിപ്പിക്കുന്ന എൻ്റെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പെട്ടെന്നുള്ളൊരു വേർപാടായിരുന്നു. 2014 പ്രാണപ്രിയൻ എന്നോട് പറഞ്ഞു, ഇനി താൽക്കാലികമായി ജോലി ഉപേക്ഷിച്ച് പെട്ടകത്തിന് ചുമല് കൊടുക്കാൻ ഇറങ്ങിത്തിരിക്കണമെന്ന് പറഞ്ഞു. കൊച്ചി ലെക്ഷോർ ഹോസ്പിറ്റലിൽ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ജോലി ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. രണ്ടാമത്തതും പൂട്ടി. 2018 ജൂലൈ മാസം 2-ാം തീയതി സുവിശേഷ വിരോധികൾ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ആക്സിഡൻറ്റിൽ മൂന്നാമത്തെ സേഫ് സോണായ എൻ്റെ പ്രിയപ്പെട്ടവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ദൈവത്തിനൊരു മനുഷ്യനെ ഉപയോഗിക്കണമെന്നും പുറത്തു കൊണ്ടുവരണമെന്നും അവൻ്റെ മേലൊരു എൻകൗണ്ടർ നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ചാരി നിൽക്കുന്നത് എന്തോ അതിനെ ദൈവം തകർത്തിരിക്കും. അവൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന എന്തിനെയോ അതിനെ ദൈവം തകർത്തിരിക്കും. അത് നമ്മളെ തകർക്കാനല്ല, നമ്മളെ ഒറ്റയ്ക്ക് കിട്ടാനാ. തൻ്റെ പദ്ധതിയിലേക്ക്, തൻ്റെ നിയോഗത്തിലേക്ക് നിങ്ങളെയും എന്നെയും കരങ്ങളെടുത്ത് ഉപയോഗിക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അവൻ സേഫ് സോൺ പൊളിച്ചിരിക്കും. നിങ്ങൾക്ക് അത്ര വലിയ സ്വോത്രമൊന്നും വരത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ആ വിഷയത്തിൽ ഭയങ്കര സ്വോത്രമാണ്. കാരണം എന്നാണെന്നറിയാമോ, എൻ്റെ സേഫ് സോണുകൾ കർത്താവ് തകർത്തെറിഞ്ഞത് കൊണ്ട് ആശ്രയം മുഴുവൻ അവനിലായി. ആശ്രയിക്കാൻ വേറൊന്നുമില്ലെന്നായി, ആശ്വസിക്കാൻ മറ്റൊരു ഇടമില്ലെന്നായി. മുഴുസമയം കാൽപാദപീഠത്തെങ്കിൽ വീണ് കിടന്ന് അപ്പായേ എന്ന് വിളിക്കത്തക്ക വിധത്തിൽ ദൈവമക്കളെ, നിയോഗം നമ്മുടെ മേലുള്ളത് വെളിപ്പെടുമ്പോൾ ഇച്ചിരി പ്രയാസമൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിയോഗം നമ്മുടെ മേലുള്ളത് വെളിപ്പെടുമ്പോൾ ഇച്ചിരി പ്രയാസം ഉണ്ടാവും. മോശയുടെ മേലുള്ള നിയോഗം ദൈവവചനപ്രകാരം ദൈവത്തിന്റെ സമയമായപ്പോൾ വെളിപ്പെടേണ്ടിയതിന് എന്തോ തകർത്ത്. പ്രൈസ് ദി ലോർഡ്. രാജകൊട്ടാരത്തിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് സുഖലോലുപനായി അവിടെ എല്ലാവരാലും പരിലാളിക്കപ്പെട്ട് സന്തോഷമായിട്ട് ജീവിച്ചിരുന്നവൻ ഒരു സുപ്രഭാതത്തിൽ നേരെ ഇത്രോയുടെ ആട്ടും കൂട്ടിലേക്ക്. വേണ്ടത്തില്ലല്ലോ നിങ്ങളാരും. നമുക്കെല്ലാവർക്കും സമൃദ്ധി മാത്രം മതിയല്ലേ, നമുക്ക് സന്തോഷം മാത്രം മതിയല്ലേ. പക്ഷെ ദൈവ നിയോഗമാണ് എന്നിലൂടെ വെളിപ്പെടണമെന്ന് ആരാഗ്രഹിക്കുന്നോ അവരെ ദൈവം സെപ്പറേറ്റ് ചെയ്തിരിക്കും. ദൈവ നിയോഗമാണ് എന്നിൽ വെളിപ്പെടേണ്ടതെന്ന് ആര് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നുവോ അപ്പന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് അകത്തളത്തിൽ, ആരുടെ അകത്തളത്തിൽ ഒരു ചിന്താഗതികൾ വ്യാപരിച്ചിട്ടുണ്ടോ ആ ഒരു വെളിപ്പാട്, ആ ഒരു ആത്മഭാരം, ആ ഒരു ആത്മാവിന്റെ സാന്നിധ്യം ആരുടെയെങ്കിലും അകത്തളത്തിൽ എരിഞ്ഞമരുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാ, നിന്നെ ഒറ്റയ്ക്ക് എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ നിന്റെ സേഫ് സോൺ ദൈവം തകർത്തിരിക്കും. പക്ഷെ അത് തകർത്തെറിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, പാട്ടും പാടി കടപ്പുറത്തൂടെ നടക്കാൻ വേണ്ടിയൊന്നുമല്ല. എൻ്റെ അപ്പൻ അതൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, 2 പെൺമക്കൾ, ഒരേ പ്രായത്തിലുള്ള 2 പെൺമക്കൾ ജോലി വിട്ടിറങ്ങിയപ്പോൾ അപ്പനോട് പറഞ്ഞ 3 സ്റ്റേറ്റ്മെൻറ്റ്. അപ്പനെന്ന് പറഞ്ഞ എൻ്റെ യേശു കർത്താവിനോട് കേട്ടോ, 3 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പോൾ അങ്ങയുടെ വാക്കിന് ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് ഇറങ്ങാം, പക്ഷേ 10 പൈസയ്ക്ക് ഞാൻ എൻ്റെ സഹോദരങ്ങളെയോ പ്രിയപ്പെട്ടവരെയോ ആശ്രയിക്കത്തില്ല. ഒരന്തി ഉറങ്ങാൻ ആരുടെയും ഭവനത്തിൽ പോകത്തില്ല. ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ കയറത്തില്ല. നിങ്ങൾ ഓർക്കണം, ആ സമയത്ത് 18 വയസ്സ് പ്രായമുള്ള 2 പെൺമക്കൾ എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അവരുടെ ഹയർ സ്റ്റഡി 1-ാം വർഷം കഴിഞ്ഞതേ ഉള്ളൂ.
വാടകയ്ക്കാണ് താമസിക്കുന്നേ. സ്വന്തമെന്ന് വരുമാനമെന്ന് പറയാൻ 1 രൂപ പോലുമില്ല. ഉണ്ടായിരുന്ന ജോലിയും റിസൈൻ ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ നീഡായിട്ടിരുന്ന സമയത്താണോ നീ ജോലി റിസൈൻ ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പൻ പറഞ്ഞു, ഞാൻ ചെയ്തു. ഇനി ഞാൻ ലോക ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാരിയല്ല, ഞാനിനി സ്വർഗ ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാരിയാണ്. അതുകൊണ്ട് എൻ്റെയും മക്കളുടെയും ഉത്തരവാദിത്വം അപ്പ ഏറ്റുകൊള്ളും എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞു. ദൈവമക്കളെ, നാം ദൈവത്തോടൊരു വാക്ക് പറഞ്ഞാൽ അത് നാം പാലിക്കുമോ ഇല്ലയോ എന്ന് കർത്താവ് വിശ്വാസത്തിൻ്റെ പരിശോധന നടത്തും കേട്ടോ. വിശ്വാസത്തിൻ്റെ പരിശോധന. 2 മക്കൾക്കും ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞ വാക്ക് അപ്രകാരം തന്നെ ഞാൻ പാലിക്കുമോ എന്നറിയാൻ 2 മക്കൾക്കും ഭക്ഷണം കൊടുക്കാനില്ലാതെ, കുഞ്ഞുങ്ങൾ വിശന്ന് കരയുമ്പോൾ അവരുടെ അടുക്കൽ നിന്ന് മാറിയിരുന്ന് വെളുക്കുന്നിടം വരെ കരഞ്ഞ് നേരം വെളുപ്പിച്ച ദിനരാത്രങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കുളത്തിൻ്റെ സൈഡിലും വേലിപ്പടർപ്പിലും വേലിക്കരികിലും ഒക്കെ വളരുന്ന ഇലകൾ പറിച്ച് മഞ്ഞപ്പൊടി ഉപ്പ് മാത്രമിട്ട് വഴറ്റി എൻ്റെ മക്കളെ വിശപ്പടക്കി കിടത്തി പ്രാർത്ഥിച്ച് കിടത്തി ഉറക്കിയ എത്ര ദിനരാത്രങ്ങൾ. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടാൻ ഞാൻ പോയില്ല കേട്ടോ. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ കരം നീട്ടാൻ പോയില്ല. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ എൻ്റെ സഹോദരൻ, ഞാൻ എന്ത് ചോദിച്ചാലും അതിൻ്റെ ഇരട്ടി തരാൻ മനസ്സുള്ളൊരു സഹോദരനാണ്. വളരെ സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ ഇളയ സഹോദരനാണ്. ഞാൻ ആ മൂത്തത് എൻ്റെ ഇളയ സഹോദരനാണ്. അവൻ പലപ്പോഴും വിളിച്ചിട്ട് ചോദിക്കും, ചേച്ചി എന്തോ ഉണ്ട്, ചേച്ചി എന്തോ ഉണ്ട്, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു, മോനെ, ഏറ്റവും ഐശ്വര്യമായ അപ്പ നടത്തുന്നു. ഇപ്പോഴും ഞാൻ പലയിടത്തും ശുശ്രൂഷിക്കുമ്പോൾ സാക്ഷ്യത്തിലൂടെ പറഞ്ഞു കേൾക്കുമ്പോഴാ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയാണല്ലോ ഇവർ കടന്നു പോയത് എന്ന് അവൻ പോലും അറിയുന്നത്. അത്രമാത്രം കഠിനമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. പലപ്പോഴും സാധനം എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ചില പൈസ ഇന്നും ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ ചേർത്തലയിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കടയിൽ ഏതാണ്ട് 2000 സംതിങ് രൂപ കൊടുക്കാനുണ്ട്. എൻ്റെ കയ്യിൽ കൊടുക്കാൻ പൈസയില്ല. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ സഹിക്കുക വയ്യാതെ പോയി കടം വാങ്ങിച്ചതാ. അവരെന്നെ 3.25 മണിക്കൂർ NH-47 സൈഡിൽ, ആ റോഡ് സൈഡിൽ, മെയിൻ ഹൈവേയുടെ സൈഡിൽ, ആ കടയിൽ നിന്ന് ആരൊക്കെ വരുന്നു ആരൊക്കെ പോകുന്നു അവർ മുഴുവനും കാണുകയെ 3.25 മണിക്കൂർ ആ കടയുടെ വാതിൽക്കൽ എന്നെ പിടിച്ചു നിർത്തിയത് ഞാൻ ഇന്നും വേദനയോടെ ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ന് വരെ ഒരു മനുഷ്യനോട് കടം പോലും വാങ്ങിക്കാൻ ഞാൻ പോയിട്ടില്ല. പക്ഷേ എന്നെ സുഭിക്ഷമായി എൻ്റെ പ്രാണപ്രിയൻ നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, അന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പ എന്തിനാ എന്നെ ഒറ്റപ്പെടുത്തിയേ, എന്തിനാ എന്നെ ഒറ്റപ്പെടുത്തിയേ? ഈ 2 കുഞ്ഞുങ്ങളെ വളർത്തി ഞാൻ എങ്ങനെ ജീവിക്കും? ഒരു മനുഷ്യനെ പോലും സഹായത്തിന് ഞാൻ പോകത്തില്ലെന്ന് അങ്ങയോട് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ച് നിലവിളിച്ച ദിനരാത്രങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്തിനായിരുന്നു ഒറ്റപ്പെടുത്തിയെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അവൻ എന്നെ ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് പകൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ സേഫ് സോണുകൾ തകർക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നിങ്ങളെയും എന്നെയും ദൈവത്തിന് ഒറ്റയ്ക്ക് വേണം. അതുകൊണ്ടാണ് മോശയുടെ ജീവിതത്തിൽ സേഫ് സോൺ അദ്ദേഹത്തിൻ്റെ തകർന്നു. കൊട്ടാരത്തിൽ നിന്ന് നേരെ യിത്രോവിൻ്റെ ആട്ടിൻകൂട്ടിലേക്ക് അദ്ദേഹം പോയത്. നീണ്ട 40 വർഷം ആടിനോടൊരുമിച്ച് ആടിനെ പാലിച്ച് ആടിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി വളരെ സന്തോഷത്തോടെ നല്ലൊരു ആട്ടിടയനായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെ 79ാമത്തെ വയസ്സ് പൂർത്തിയായി 80ലേക്ക് കയറിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സമയത്ത് ഒരു എൻകൗണ്ടർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. അടുത്ത 40 വർഷം എന്ന് ആദ്യത്തെ 40 വർഷം താൻ എന്തൊക്കെയോ ആണെന്നുള്ള ഭാവത്തിൽ ജീവിച്ചു. അടുത്ത 40 വർഷമായപ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് അദ്ദേഹത്തെ ദൈവം പഠിപ്പിച്ചു. നിങ്ങളാരും മിണ്ടത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനൊന്ന് പറയട്ടെ പ്രിയമുള്ളവരെ, നാം എന്തെങ്കിലുമൊക്കെ ആണെന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് പൗലോസ് പറഞ്ഞതുപോലെ കൃപയാലാണ് എന്ന് ചിന്തിക്കുന്നത് ആ ജീവിതത്തിലെ ഭാഗ്യം. കൃപയാല നിൽക്കുന്നത് കൃപയാൽ, ശ്വസിക്കുന്നത് കൃപയാൽ, ഭക്ഷിക്കുന്നത് കൃപയാൽ, ആലയത്തിൽ വന്ന് ഇരിക്കുന്നത് കൃപയാൽ, കൈ ചലിപ്പിക്കാൻ പറ്റുന്നത് കൃപയാൽ, കാലും കൊണ്ട് നടക്കാൻ പറ്റുന്നത് കൃപയാൽ, അധരം തുറക്കുന്നത് കൃപയാൽ, പറയുന്നത് കേൾക്കാൻ കഴിയുന്നത് കൃപയാൽ, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് കൃപയാൽ, അധരം ചലിപ്പിക്കാൻ പറ്റുന്നത് കൃപയാൽ. ഇത് മുഴുവനും കൃപയാലാണെന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾക്ക് ദൈവസ്ഥലത്തിൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അവന്റെ ഒരു അടുത്ത 40 വർഷം അവന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിന്റെ കാലഘട്ടമായിരുന്നു. ആ 40 വർഷം കഴിഞ്ഞു.
ശുശ്രൂഷയ്ക്കുള്ള സമർപ്പണവും ആടുകളെ എത്തരത്തിൽ മേയ്ക്കാമെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞെന്ന് മനസ്സിലായപ്പോൾ ഹോരേബ് പർവ്വതത്തിൽ വെച്ച് ദൈവം അവനെ വിളിച്ചു. അതാ നമ്മൾ വായിച്ച വേദഭാഗം. ദൈവമായൊരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ളതാ അടുത്ത 40 വർഷം. എന്തോ മാറ്റമാന്നേ. ദൈവമായൊരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഈ ദൈവത്തെ കണ്ടുമുട്ടിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് പറയാൻ പറ്റുന്നവരുണ്ടോ? അയ്യോ, ഞാനുണ്ട് കേട്ടോ. കാരണം എന്നെ ആർക്കും വേണ്ടായിരുന്നു. ഞാനും എൻ്റെ മക്കളും ബാധ്യതയായിരുന്നു. ആന്നച്ചാ, ബാധ്യതയായിരുന്നു. ഒരു മനുഷ്യൻ ഫോൺ വിളിച്ചു പോലും സംസാരിക്കത്തില്ലായിരുന്നു സഹായിക്കണമെന്ന് കരുതി. ഒരു മനുഷ്യൻ അടുക്കൽ വിളിക്കത്തില്ലായിരുന്നു എന്തെങ്കിലും തരണമെന്ന് കരുതി. ഒരു മനുഷ്യൻ വീട്ടിൽ വരത്തില്ലായിരുന്നു വീടിൻ്റെ അവസ്ഥ കണ്ടാൽ എന്തെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് കരുതി. ആർക്കും വേണ്ടാതെ മാറിക്കിടന്ന എന്നെ നിനക്ക് ഞാനുണ്ട്, ലോകാവസാനത്തോളം കൈവിടത്തില്ലെന്ന് പറഞ്ഞവനും, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കത്തില്ലെന്ന് പറഞ്ഞവനും, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാന്ന് പറഞ്ഞ് ഇന്ന് രാത്രി നിന്റെ വലങ്കരത്തിൽ പിടിക്കുകയാ, ഇനി നീ തിരിഞ്ഞു നോക്കേണ്ട വരത്തില്ലെന്ന് പറഞ്ഞ് എൻ്റെ ഈ വലങ്കരത്തിൽ പിടിച്ച് എൻ്റെ പ്രാണപ്രിയനുണ്ടല്ലോ, ആ പ്രാണപ്രിയൻ ഉള്ളത് കൊണ്ടാ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നെ നോക്കി, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി സകലരും പറഞ്ഞു, തീർന്നു, ഫിനിഷ്, കലാശ്. ഞങ്ങളെ അറിയാവുന്നവർക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം. കംപ്ലീറ്റ്ലി പിള്ളേരുടെ വിദ്യാഭ്യാസം തകർന്നു. ജോലിക്ക് തിരികെ പോകാൻ പറ്റത്തില്ല. കാരണം കർത്താവിനോട് കമ്മിറ്റ് ചെയ്തിറങ്ങി. വാടക കൊടുക്കാൻ നിവൃത്തിയില്ല, ഭക്ഷണത്തിന് വകയില്ല, എല്ലാം അസ്തമിച്ചു പോയി. ഇനി ഒരിക്കലും ഞങ്ങൾ ഉയരില്ല എന്ന് ഞങ്ങളെ നോക്കി അകത്തും മുഖത്തു നോക്കി പറഞ്ഞവരും കാണെ എൻ്റെ അപ്പം പറഞ്ഞു, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാണ്. ഒരു രാത്രി എൻ്റെ പ്രാണപ്രിയൻ എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ വലങ്കരത്തിൽ പിടിക്കുകയാ, ഇനി ഒരിക്കലും നീ തനിച്ചല്ല, ഞാൻ നിന്റെ ഒപ്പമുണ്ടെന്ന്. ഞാൻ അധികം ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസനോട് ഞാൻ ഇപ്പോൾ പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ, എന്നെ കൊണ്ടുവന്നത് എൻ്റെ പ്രാണപ്രിയനാന്ന് പറഞ്ഞു. എൻ്റെ പ്രാണപ്രിയനാന്ന് പറഞ്ഞു. എല്ലാവരും ഫോർമാലിറ്റിക്ക് വിളിക്കുന്നത് പോലെ കർത്താവേന്നോ യേശുവേന്നോ, ഇതൊക്കെ കർത്താവിൻ്റെ മഹത്വകരമായ നാമങ്ങളാ. എനിക്ക് അങ്ങനെയൊക്കെ വിളിക്കുന്നതിനേക്കാളും ഇഷ്ടം വലതുകര നെഞ്ചത്ത് വെച്ച് എൻ്റെ അപ്പനെന്ന് പറയുന്നതാ. ആണെന്നോ, എൻ്റെ അപ്പനെന്ന് പറയുന്നതാ. ആരും എന്നെ ചേർത്ത് പിടിക്കാൻ ഇല്ലാതിരുന്ന സമയത്ത് ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ ദൂതും കൂടെ പറയുക. ആരും തേർച്ച് പിടിക്കാൻ ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ആരും സങ്കടം കേൾക്കാൻ ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ആരും അടുത്തു വരാൻ ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ആരും ആശ്രയിക്കാൻ ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? സഹായിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ പോലും അടുത്തു വരുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? ഭാരപ്പെടണ്ട, സകലത്തിനും സകലവുമായവർ അവസാനത്തോളം കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവൻ, ഒരു നാളും കൈവിടത്തില്ലെന്ന് പറഞ്ഞവൻ വന്നിട്ടുണ്ടെന്ന് ഇവിടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നുമില്ല എന്ന് തന്നെ പഠിപ്പിച്ചതായിരുന്നു ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഒരു 40 വർഷം. ആ 40 വർഷം പൂർത്തിയായപ്പോൾ തൻ്റെ ജീവിതത്തിൽ ദൈവവുമായൊരു കൂടിക്കാഴ്ചയ്ക്ക് ദൈവം സമയമെടുത്തു. ദൈവത്തോടൊത്തുള്ള ദൈവിക ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിലുള്ള സമയമാണ് അടുത്ത 40 വർഷം. ആ അടുത്ത 40 വർഷത്തിൽ താൻ ഏറെ പഠിച്ച ഒരു പാഠം, ദൈവം കൂടെയുണ്ടെങ്കിൽ എല്ലാം കഴിയുമെന്ന് താൻ പഠിച്ചു. സെരുബാബേൽ പറഞ്ഞു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഉറക്കെ പറഞ്ഞേ, എൻ്റെ ആത്മാവിനാലത്രേ. ദൈവം കൂടെയുണ്ടെങ്കിൽ എല്ലാം സാധിക്കുമെന്ന്, ദൈവം കൂടെയുണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്ന്, ദൈവം കൂടെയുണ്ടെങ്കിൽ ആരും വേണ്ടെന്ന്, ദൈവം കൂടെയുണ്ടെങ്കിൽ ആരും ശ്രദ്ധിക്കേണ്ടെന്ന്, ദൈവം കൂടെയുണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്ന്, ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മൾ ശക്തന്മാരാണ്. ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയാ, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ സർവശക്തനായ ദൈവമുണ്ട്. ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് പറയുക, നീ ഒറ്റയ്ക്കല്ല, നിന്നെ കരം പിടിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ മേൽ വസിക്കുന്ന ഒരു അദൃശ്യ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം ഇന്ന് പകൽ ഈ ആലയത്തിന്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. അപ്പായുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് പറയുന്നത് കേട്ടോ. കൈപിടിക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ, സഹായിക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ പാസ്റ്ററിനോട് ചോദിച്ചു, എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെന്ന്.
ഞാൻ പറഞ്ഞു എൻ്റെ അപ്പായാ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. ആ, ആരാ പഠിപ്പിച്ചേ? നിങ്ങൾ മിണ്ടത്തില്ല. മൊത്തം അങ്ങോട്ടങ്ങ് കൊടുത്തു. മക്കളെ തന്നോ? മക്കളെ കൊടുത്തു. അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ കാര്യം അപ്പായാണോ പറഞ്ഞ? അങ്ങോട്ട് ഏൽപ്പിച്ചു. ജോലി വിട്ടിറങ്ങി വാടകയ്ക്ക് നിവൃത്തിയില്ല, അങ്ങോട്ട് കൊടുത്തു. സകലതും ഏറ്റെടുത്തു. വലങ്കൈ പിടിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമുണ്ടോ? വിശ്വാസി എന്ന പേര് മാത്രമല്ല, വിശ്വാസം ഉണ്ടായിരിക്കണം. അതിനകത്ത് വി കാണത്തില്ല പലർക്കും. പിന്നെന്തോ ബാക്കിയുള്ളേ? ആത്മീയകോളത്തിൻ്റെ ഒരു പ്രത്യേകത, പല വിയും ഇല്ല. വിശ്വാസത്തിൻ്റെ വീയില്ല, വിനയത്തിൻ്റെ വീയില്ല, വിശ്വസ്തതയുടെ വീയില്ല, ബാക്കിയെല്ലാം ഉണ്ട്. വിനയത്തിൻ്റെ വീയില്ല, പക്ഷെ നയത്തിൽ നിൽക്കാൻ അറിയാം നമുക്കല്ലേ? വിനയം, നയം അല്ലേ? ദൈവമക്കളെ, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ. ഒറ്റ കാര്യമേ ഉള്ളൂ അതിൻ്റെ പിന്നിൽ. അങ്ങനെ പറയാനുള്ള ഒറ്റ കാര്യം, അതിൻ്റെ തൊട്ടടുത്ത വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു, വേഗം വരുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരവും വിശുദ്ധീകരണത്തിൻ്റെ ശുശ്രൂഷയും ശുദ്ധീകരണത്തിൻ്റെ ശുശ്രൂഷയും എല്ലാം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷെ ഇന്ന് പകൽ ഈ ദൈവസഭയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിങ്ങളെ ശുദ്ധീകരിക്കാൻ ഉതകുന്ന വചനത്തെ പ്രസ്താവിക്കുന്ന അഭിഷിക്തൻ, ശുദ്ധീകരണത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന വചനം സംസാരിക്കുന്ന ദൈവഭക്തന്മാർ, നിങ്ങളെ നിത്യതയിലേക്ക് കരം പിടിച്ച് നടത്തുവാൻ അഹോരാത്രം അധ്വാനിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുള്ളതാ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോ മോശ അതുവരെ ആഗ്രഹിച്ചിട്ടില്ല ഈ കർത്താവിനെ ഒന്ന് കാണണം. ഇതുവരെയാ 80-ാമത്തെ വയസ്സിൽ ഈ യഹോവ ഹോരേബ് പർവ്വതത്തിൽ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ വിളിക്കുന്നത് താൻ ഒരിക്കലും ഹൃദയത്തിൽ ആഗ്രഹിച്ചിട്ടുമില്ല, താൻ ചിന്തിച്ചിട്ട് പോലും ഇങ്ങനൊരു പരിപാടി നടക്കുന്നു. എൻകൗണ്ടറിന് സമയമാകുമ്പോൾ നമ്മുടെ പല ഇൻറ്റൻഷനുകളും പൊളിയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മെസ്സേജ് അല്ല ഞാൻ പറയുന്നത്, എനിക്കറിയാം, പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എൻകൗണ്ടറിന്റെ സമയമാകുമ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ ദൈവം പൊളിക്കും. പറയട്ടെ എന്താന്ന്? മോശയുടെ ഒന്നാമത്തെ ആഗ്രഹമായിരുന്നു അടുത്ത ഫറവോനാകുക എന്നുള്ളത്. ഫറവോന്റെ പുത്രിയുടെ വളർത്തുമകൻ, വേറെ മക്കളില്ല അവിടെ. ആ ഫറവോന് ശേഷം അടുത്ത ഫറവോനാകുക എന്നുള്ളതായിരുന്നു മോശയുടെ അകത്തളത്തിലെ ആഗ്രഹം. അതിനുള്ള സകല പരിപാടിയും ഈ രാജകീയ പ്രൗഢിയോടുകൂടെ താൻ അഭ്യസിച്ചു. ആദ്യം കർത്താവ് അത് മാറ്റി. ആ ഇൻഡക്ഷനെ സ്വർഗം പൊളിച്ചു. ഇൻഡക്ഷൻ പൊളിഞ്ഞ് ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട് തോന്നല്ലേ? നിങ്ങളാരും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മുടെ ഇൻഡക്ഷൻ പൊളിയട്ടെന്നേ, നമ്മുടെ ഇൻഡക്ഷൻ മാറട്ടെ, നമ്മുടെ ഉദ്ദേശം മാറട്ടെ, നമ്മുടെ ലക്ഷ്യം മാറട്ടെ. നമ്മുടെ ഈ ഭൂമിയെക്കുറിച്ചുള്ള നമ്മുടെ, അല്ലെങ്കിൽ ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങളും കാൽക്കുലേഷൻസും ഉണ്ടെങ്കിൽ അത് മുഴുവനും പൊളിയട്ടെ. സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, സ്വർഗത്തിൻ്റെ നിയോഗം നിറവേറട്ടെ, സ്വർഗത്തിൻ്റെ ഹിതം നമ്മിൽ നിറവേറട്ടെ. അതാ വേണ്ടത്. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു അടുത്ത ഈ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത ഇൻചാർജ് ആകാം. നമുക്ക് ഈ നഴ്സിംഗ് പ്രൊഫഷൻ ആണെന്ന് പറഞ്ഞാലും എന്താ പറയുന്നത്, പ്രൊമോഷൻസ് ഒക്കെ ഉണ്ട്, സാലറി ഇൻക്രിമെൻ്റ് ഉണ്ട്. അയ്യോ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. ഫ്രൈസല്ലോ എല്ലാം കർത്താവ് അങ്ങ് പൊളിച്ചടുക്കി. എന്നിട്ട് പറഞ്ഞു, ഇനി നിൻ്റെ അല്ല, പാടാണേ. എനിക്ക് ആഗ്രഹം XUV 700 ഓടിക്കാനാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഫിനാൻസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ മാർഗങ്ങളുണ്ട് അതെല്ലാം സ്വീകരിക്കുക. എന്തുവാ XUV 700 എനിക്ക് വാങ്ങിക്കണം. അപ്പം പറഞ്ഞു, നേരെ വണ്ടി ഓടിക്കാൻ അറിയത്തില്ലാത്ത നിൻ്റെ കയ്യിൽ XUV 700 തന്നാൽ എന്തായിരിക്കും അവസ്ഥ?
എൻ്റെ അപ്പൻ്റെ ആഗ്രഹം, നീ ഇപ്പൊ സ്വിഫ്റ്റ് ഓടിച്ചാൽ മതി. കൈ തെളിഞ്ഞ് വലിയ വണ്ടി ഓടിക്കാറാകുമ്പം അത് തരും. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് അതങ്ങോട്ട് അംഗീകരിക്കാൻ ഭയങ്കര, നിങ്ങൾ ആരും മിണ്ടത്തില്ലെന്ന് എനിക്കറിയാം. എന്തൊക്കെയോ പൊളിയുന്നുണ്ട് ഇവിടെ. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയോ പൊളിയുന്നുണ്ട് ഇവിടെ, എനിക്കറിയാം പൊളിയുന്നുണ്ടെന്ന്. സ്വർഗത്തിലെ ദൈവം എന്നെ വിവേചിപ്പിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനം പറയുന്നു, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരം, നിന്റെ വഴികളുമല്ല എൻ്റെ വഴികൾ. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിന്റെ വഴികളിലും ഉന്നതമാ. എങ്കിൽ പിന്നെ നമുക്ക് അതുപോരെ, എങ്കിൽ പിന്നെ അതുപോരെ. XUV 700 ഓടിച്ച് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് ഏതെങ്കിലും വണ്ടിക്കടിക്ക് ചെന്ന് കയറി ഡാമേജായി കയ്യും കാലും അനക്കാൻ വയ്യാതെ ICUവിൽ പരസഹായം ചോദിച്ച് കിടക്കുന്നതിനേക്കാളും നല്ലതല്ലേ സ്വിഫ്റ്റ് ഓടിച്ച് പഠിച്ചിട്ട് XUV സമയമാകുമ്പോൾ അപ്പൻ തരുന്നത്? മനസ്സിലാകുന്നല്ലോ അല്ലേ? ദൈവമക്കളെ, ഇന്നൊരു കാര്യം ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. ഒരുപക്ഷെ അടുത്ത രാജാവാകാം, അടുത്ത പൊസിഷനിലേക്ക് കയറാം, അടുത്ത ഫിനാൻഷ്യൽ കപ്പാസിറ്റി എനിക്കുണ്ടാകും, അടുത്ത ലെവലിലേക്കായിരിക്കും എൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ കയറണമെന്നാണ് ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്റെ വഴികളല്ല എൻ്റെ ദൈവത്തിൻ്റെ വഴികൾ, നിന്റെ വിചാരമല്ല എൻ്റെ ദൈവത്തിൻ്റെ വിചാരം. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ നിന്നെ തകർത്തു കളയാതെ, നിന്നെ നശിപ്പിച്ചു കളയാതെ, നിന്നെ കെടുത്തിക്കളയാതെ എൻ്റെ ദൈവത്തിൻ്റെ വിചാരം നിന്റെ വിചാരത്തെക്കാളും ഉയർന്നിരിക്കുകയാ. അത് അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനുമുള്ളൊരു മനസ്സ്, അതാ ദൈവമക്കൾക്ക് വേണ്ടത്. നന്നായി പറഞ്ഞാൽ, എൻ്റെ ഇഷ്ടം ദൈവഹിതമാക്കി മാറ്റുന്നതിനേക്കാളും നല്ലത് ദൈവഹിതം എൻ്റെ ഇഷ്ടമായി അംഗീകരിക്കുക എന്നുള്ളതാണ്. നമുക്കൊക്കെ ഒത്തിരി പ്രത്യേകതയുള്ളവരാ. ലൈവ് ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഇഷ്ടം ദൈവഹിതത്തിലേക്ക് മാറ്റാൻ നമ്മൾ എന്തൊക്കെ പാടുപെടും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയട്ടെ. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ അരുമനാഥൻ പോലും തൻ്റെ പ്രാർത്ഥനയിൽ പിതാവിനോട് പറഞ്ഞു, പിതാവേ, വരാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം, വരാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം, ആ വേദനയുടെ കാഠിന്യം എനിക്ക് നന്നായിട്ടറിയാം. മുൾക്കിരീടം തലയിൽ വെക്കുമ്പോൾ അതിലൊരു മുള്ളൻ്റെ കൃഷ്ണമണിയെ തുളച്ച് പുറത്തു വരുമെന്ന് എനിക്കറിയാം. കുന്തം കൊണ്ടവരെൻ്റെ മാറിൽ കുത്തുമ്പോൾ വെള്ളവും രക്തവും ഒന്നിച്ച് ചാടി പുറപ്പെടുമെന്ന് എനിക്കറിയാം. ഒരു തുള്ളി വെള്ളം ദാഹത്തിന് പോലും എനിക്ക് ലഭിക്കത്തില്ലെന്നറിയാം. കാരണം എൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നതാ. കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണം. പെട്ടെന്ന് അടുത്ത ശബ്ദത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് പോലും ഇടാതെ ഒരു കോമായിട്ടിട്ട് പറയുക, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. ദൈവമക്കളെ, ഇന്ന് പകൽ എത്ര പേര് ആ ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കും? സമർപ്പിക്കുന്നവരുടെ മേൽ ഒരു ദൈവഹിതം ഇന്ന് വെളിപ്പെടും കേട്ടോ. സമർപ്പിക്കുന്നവരുടെ മേൽ ഒരു എൻകൗണ്ടർ ഇന്ന് വെളിപ്പെടും കേട്ടോ. ദൈവത്തിനൊരു പ്രത്യേക ഇടപെടൽ ഇന്ന് ചിലരോട് നടത്താനുണ്ടെന്ന് എന്നോട് ദൂത് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ചിലരെ ദൈവം തൊട്ടിരിക്കും, ചിലരോട് ദൈവത്തിൻ്റെ ഒരു എൻകൗണ്ടർ ഇന്ന് ഉണ്ടാകും. എത്ര പേര് അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ചില സേഫ് സോണുകൾ തകർന്നതിൻ്റെ പേരിൽ നീ ഭാരപ്പെട്ടിരിക്കുകയാണോ? കർത്താവ് നിന്നെ നോക്കി പറയുകയോ, ആ സേഫ് സോൺ തകർന്നത് ഞാൻ അറിയാതെ അല്ല. നിന്റെ മേലൊരു എൻകൗണ്ടർ വരണമെങ്കിൽ, നിന്റെ മേലൊരു കൂടിക്കാഴ്ച നടക്കണമെങ്കിൽ, ഒരു സ്വർഗീയ ദർശനത്തിലൂടെ നിന്നെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ നിന്നെ ഇത്തരത്തിൽ പണിതേ പറ്റൂ. മോശ അതുവരെ കാണാത്ത ഒരു സംഭവം അവിടെ കാണുകയാണ്. കണ്ടിട്ടുണ്ടായിരിക്കും, തീ പിടിക്കുന്നതും കരിഞ്ഞു പോകുന്നതും ചാമ്പലാകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അന്ന് അതുവരെ കാണാത്തൊരു വ്യത്യസ്തത മോശ കണ്ടു. വ്യത്യസ്തമായത് കണ്ടുകൊണ്ടാ ഇതെന്നതാണെന്ന് നോക്കാൻ ചെന്നത്. സ്വാഭാവികമായിരുന്നെങ്കിൽ നോക്കാൻ ചെല്ലുവോ? നിങ്ങൾ മിണ്ടണില്ല, പിണങ്ങിയോ എന്നോട്? വ്യത്യസ്തമായ ഒന്ന് മോശ കണ്ടു. അതെന്താന്ന് നോക്കാൻ അടുത്ത് ചെന്നപ്പോഴാ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ, കൂടിക്കാഴ്ചയുടെ അല്ലെങ്കിൽ ദൈവവുമായിട്ടൊരു അഭേദ്യമായ ബന്ധം ഉടലെടുക്കുന്നതിൻ്റെ ദൈവ നിയോഗത്തിൻ്റെ വാക്കുകൾ തൻ്റെ ജീവിതത്തിൽ കേൾക്കുവാൻ സാധിച്ചത്. നമ്മുടെ അപ്പൻ എപ്പോഴും വ്യത്യസ്തനാണ് കേട്ടോ, വ്യത്യസ്തനാ. ലാസർ മരിച്ചു. സാധാരണ മത നേതാക്കന്മാരും രാഷ്ട്രീയ പ്രമുഖന്മാരും
എത്ര ഉന്നത ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരും ചെന്നിട്ട് പറയും, എൻ്റെ അനുശോചനവും പ്രത്യാശയും. നിങ്ങൾ വായിച്ചിട്ടില്ലേ ലാസറിൻ്റെ മരണമൊന്നും? അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ എൻ്റെ അപ്പ വ്യത്യസ്തനാണ്. 4 ദിവസമായാലും നാറ്റം വെച്ചാലും അനുശോചനം പറയാനല്ല ചെന്നത്. 4 ദിവസമായാലും നാറ്റം വെച്ചാലും ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന മാർത്തയുടെ വാക്കുകൾക്ക് ഒപ്പുവെച്ചിട്ട് വരാനല്ല പോയത്. എൻ്റെ അപ്പൻ അവരുടെ കണ്ണുനീര് തുടയ്ക്കാനാ പോയത്. മരണത്തിൻ്റെ കരാളഹസ്തം പുൽകിയവനെ ജീവനിലേക്ക് നടത്തിയിട്ട് തിരിച്ചു വരാൻ വേണ്ടി പോയത് എൻ്റെ അപ്പൻ. ജീവിതത്തിൽ എൻ്റെ അപ്പൻ എന്ത് ചെയ്താലും അതിനകത്തൊരു വ്യത്യസ്തതയുണ്ടെന്ന് അവൻ നിന്നോട് ഇന്ന് പകൽക്കാലം ഇടപെടുന്നുണ്ടെങ്കിൽ അതിനകത്തും ഒരു വ്യത്യസ്തതയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്ന ദൈവമക്കൾ കരവും ശബ്ദവും ഉയർത്തി പ്രാണപ്രിയനെ ഒന്ന് സ്തുതിക്കാമോ? ദൈവത്തിൻ്റെ ഇടപെടലുകൾ എപ്പോഴും വ്യത്യസ്തമാണ്. കത്തുന്ന മുൾപ്പടർപ്പ്, പക്ഷെ അത് ദഹിച്ചും പോകുന്നില്ല, വെന്തും പോകുന്നില്ല. അപ്പം നമുക്കാണല്ലോ ഒരു ആങ്സൈറ്റി ഉണ്ടാവുമല്ലോ, ഇതെന്താ സംഭവിക്കുന്നത്, ഇതെന്താ ഇങ്ങനെ എന്നാൽ കത്തുന്നതായിട്ട് നന്നായിട്ട് കാണുന്നുണ്ട്, പക്ഷെ ഇത് വെന്തു പോകുന്നില്ല. ഇപ്പോഴും അങ്ങനെ തീയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും വെന്തു പോകാതെ നിർത്തുന്നത് ദൈവത്തിൻ്റെ കരമാകട്ടോ. കത്തുമെന്നേ, അകവും പുറവും ഒരുപോലെ കത്തുന്ന ശോധന നമ്മുടെ ജീവിതത്തിൽ വരും. കഷ്ടതയാകുന്ന കഠിന ശോധന, തീയിൽ കൂടെ നടന്നു പോകേണ്ട അവസ്ഥ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അഗ്നി പരീക്ഷണം നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ വരുമ്പോൾ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ വിലപിക്കരുത്, നിങ്ങൾ സന്തോഷിക്കണം. അവിടെ നിങ്ങളെ വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. വെന്തു പോകാൻ അവൻ അനുവദിക്കത്തില്ല, ദഹിച്ചു പോകാൻ അവൻ അനുവദിക്കത്തില്ല, ചാരമായി പോകാൻ അവൻ അനുവദിക്കത്തില്ല. സകല മനുഷ്യരും നീ ചാരമായി പോകുമെന്ന് പറയുമ്പോൾ എത്ര വലിയ കഠിന തീ പോലത്തെ ശോധനയുടെ നടുവിലും നിന്നെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ടോ? ദൈവമക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വേർപാട് വളരെ വിഷമാവസ്ഥ ഉളവാക്കുന്നതായിരുന്നു. എങ്ങനെയാണ് ആ ദിവസങ്ങൾ തള്ളി നീക്കിയതെന്ന് ഇപ്പം എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ അറിയില്ല. സകലരും കൈവിട്ടു. ലൈവ് ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും എനിക്ക് ഓപ്പണായിട്ട് പറയാൻ ഒക്കത്തില്ല. സകലരും കൈവിട്ടു. ഭർത്താവിൻ്റെ വീട്ടുകാരും സകല മനുഷ്യരും. ഒന്ന് വിളിച്ചാൽ മതിയേ, ഒരു കോൾ ചെയ്താൽ മതിയേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയവർ 6 വർഷമായിട്ടും കാണാത്തവരുണ്ട്. ഭക്ഷണത്തിന് വകയില്ല, കയറിക്കിടക്കാൻ വീടില്ല. ഛത്തീസ്ഗഡിലെ വേലയ്ക്ക് വേണ്ടി ജോലിയുടെ നല്ലൊരു ശതമാനം കിട്ടിയ സാലറി മുഴുവൻ അയച്ചു കൊടുത്തത് കൊണ്ട് വലിയ റെന്റ് കൊടുത്ത് നല്ല ഉറപ്പുള്ള വീട്ടിലൊന്നും താമസിക്കാൻ പറ്റത്തില്ല. ഒന്ന് അമർത്തി തള്ളിയാൽ തുറന്നു പോകുന്ന അടുക്കള വാതിലൊക്കെയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചത് 2018 ജൂലൈ മാസം. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടാവും. 2018 ജൂൺ മാസം ജിഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ അമുറുൽ അസ്ലാം എന്ന് പറഞ്ഞൊരു നോർത്ത് ഇന്ത്യക്കാരൻ അതിദാരുണമായി കൊന്നുകളഞ്ഞൊരു സമയം പെരുമ്പാവൂരിൽ. ഞങ്ങൾ താമസിക്കുന്നത് ഓൾ കേരള ഹോൾസെയിൽ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ തൊട്ട് ബാക്കിലുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. ഒരുപാട് 400-ലധികം നോർത്ത് ഇന്ത്യൻസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതും അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുവന്നതും ഇനി ഈ വീട്ടിൽ ആണുങ്ങളില്ല എന്നുള്ളതുമൊക്കെ വ്യക്തമായി സകല മനുഷ്യർക്കും മനസ്സിലായ ഒരു സമയം. അടക്കം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം രാവിലെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഭവനത്തിലേക്ക് വന്നു. നിങ്ങൾക്കറിയണോ, ഒരു ഷിഫോൺ സാരിയുടെ തലപ്പ് ഉപയോഗിച്ച് എൻ്റെ മക്കളെ പൊതിഞ്ഞാണ് ഞാൻ ആ വഴി കൂടെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. 18 വയസ്സ് പ്രായമുള്ള 2 പെൺമക്കൾ. ഒന്ന് അമർത്തിത്തള്ളിയാൽ തുറന്നു പോകുന്ന കഥക്. എന്നെ കൊന്നു കളഞ്ഞിട്ടോ എന്നെ ഉപദ്രവിച്ചിട്ടോ എൻ്റെ മക്കളെ അവർ ഇല്ലായ്മ ചെയ്യുമെന്ന് ഭയന്ന് ഒരുപാട് രാത്രികൾ ആ അടുക്കള വാതിൽക്ക് ചാരിയിരുന്ന് നേരം വെളുപ്പിച്ച സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഇന്നും ഒരു മനുഷ്യനോട് പോലും പറയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദന ഒതുക്കി കണ്ണിൽ കാണത്തക്ക രീതിയിൽ പായിട്ട് മക്കളെ കിടത്തി. 1 മിനിറ്റ് പോലും രാത്രി കണ്ണടച്ചുറങ്ങാതെ അപ്പായേ 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 എന്ന് വിളിച്ച് എത്രയോ ദിനരാത്രങ്ങൾ ഞാൻ നേരം വെളുപ്പിച്ചിട്ടുണ്ടെന്നറിയാമോ? വിശ്വാസത്തിൽ ഇത്രയും വളർന്നിട്ടില്ലാത്ത സമയമാണ്.
ഒരുപാട് തീയുടെ ശോധനയിൽ കൂടെ കടന്നുപോയ ദിനരാത്രങ്ങൾ. ആരെങ്കിലും ഒന്ന് ഫോൺ വിളിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച സാഹചര്യങ്ങൾ. ഒന്ന് വിളിച്ചാൽ മതി, ആവശ്യങ്ങളൊന്നും നടത്തി തരികയോ അടുത്തു വരികയോ ആശ്ലേഷിക്കുകയോ കരുതുകയോ ഒന്നും വേണ്ട. ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് വിലപിച്ച ദിനരാത്രങ്ങൾ. ഛത്തീസ്ഗഡിൽ നിന്ന് നിരന്തരമായി വരുന്ന ഫോൺ കോളുകൾ. ഒരു അഗ്നിശോധന എൻ്റെ ജീവിതത്തിലും ഉണ്ടായി. ആ തീയിൽ ഞാൻ വെന്തു പോകുമെന്ന് ഞാൻ പലപ്പോഴും ഭയപ്പെട്ടു പോയിട്ടുണ്ട്. ആ തീയിൽ ഞാൻ ഇല്ലാതെയായി പോകുമോ എന്നോർത്ത് ഞാൻ നിലവിളിച്ച ദിനരാത്രങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട്. ഏതാണ്ട് 5 വർഷത്തോളം 265 ദിവസം ഇടവിട്ട് ദൈവസന്നിധിയിൽ ഞാൻ വീണ് കിടന്ന് കരഞ്ഞിട്ടുണ്ട്, ഉപവസിച്ച്. തീയിൽ കൂടെ നടന്ന വെന്തു പോകത്തില്ല കേട്ടോ. യെശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടെന്ന്, തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകത്തില്ല. നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ അവ നിന്റെ മീതെ കവിയുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. കാരണം ഒന്നേ ഉള്ളൂ, ഇസ്രയേലിൻ്റെ ദൈവം നിങ്ങളുടെയും എൻ്റെയും കൂടെയുണ്ട്. അവൻ ഉള്ളംകരത്തിൽ വഹിക്കുന്ന ദൈവമാ. അവൻ കൺമണി പോലെ കാക്കുന്ന ദൈവമാ. എത്ര വലിയ പ്രതിസന്ധി, എത്ര വലിയ ശോധന, എത്ര വലിയ മുൾപ്പടർപ്പ്, എത്ര വലിയ തീക്കുണ്ടത്തിൽ നീ വീണു പോയാലും വെന്തു പോകാതെ, ദഹിച്ചു പോകാതെ, ചാരമാവാതെ കൺമണി പോലെ കരുതുന്ന ഒരു അപ്പനുണ്ടെന്ന് ലോകത്തിന്റെ ഏത് കോർണറിൽ നിന്ന് പ്രസംഗിക്കുവാൻ ഇന്നെനിക്ക് കഴിയുന്നെങ്കിൽ ആ അപ്പന്റെ സ്നേഹത്തിന്റെ ആഴം ആവോളം അനുഭവിച്ചിട്ടാ ദൈവമക്കളെ എന്ന് പകൽ ഞാൻ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൂതും കൂടെ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോട്ടെ. ആളിക്കത്തുന്ന അഗ്നിയുടെ നടുവിൽ നാം ആയിരിക്കുമ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ നമ്മോട് സംസാരിക്കാൻ അടുത്തു വരാതിരിക്കുമ്പോഴും, തീക്കകത്തും നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ അഗ്നിക്കകത്ത് നിന്ന് മോശയോട് പറയുക, മോശേ. അവൻ്റെ ഹൃദയത്തിനകത്ത് 40 വർഷത്തെ ഫറവോന്റെ കൊട്ടാരത്തിലെ ജീവിതം ഒരു പക്ഷേ കഴിഞ്ഞു വന്നിട്ടുണ്ടാവാം. തൻ്റെ ജനത്തെക്കുറിച്ചുള്ള വേദന അവൻ്റെ അകത്തളത്തിൽ കാർന്ന് തിന്നുന്നുണ്ടാവാം. അതിനുശേഷമുള്ള വർഷങ്ങൾ ആടുകളുടെ കൂടെ നടന്നപ്പോഴും അകത്തളത്തിൽ വിങ്ങുന്ന വേദന താൻ പുറമേ കാണിക്കാതെ കഴിഞ്ഞുപോയ സാഹചര്യങ്ങൾ ഉണ്ടാവാം. എന്നാൽ ആ അഗ്നിശോധനയുടെ നടുവിൽ വെന്തു പോകാതെ, മുൾപ്പിടർപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ട് നൊമ്പരത്തോടെ നിൽക്കുന്നവനെ നോക്കി, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. കാരണമുണ്ട്, എനിക്ക് നിന്നോട് ഇച്ചിരി സംസാരിക്കാനുണ്ട്. ഇന്ന് പകൽ എൻ്റെ അപ്പൻ എന്നോടൊന്നൊരു വാക്ക് സംസാരിച്ചിരുന്നെങ്കിൽ നാവലോടിരിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിൻ്റെ നടുവിലുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഓരോ രാത്രിയും ഓരോ പകലും എഴുന്നേൽക്കുമ്പോൾ, അപ്പോൾ അങ്ങയുടെ ഒരു വാക്കെങ്കിലും കേൾപ്പാൻ, ഒരു ശബ്ദമെങ്കിലും അങ്ങയുടെ അധരത്തിൽ നിന്ന് കേൾപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, ദൈവം മോശയോട് സംസാരിച്ചു. മോശയുമായി കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ അവരുടെ വേദന കണ്ടു, അവരുടെ കണ്ണുനീര് കണ്ടു, അവരുടെ കഷ്ടത കേട്ടു. നീ അതുകൊണ്ട് അവരുടെ നടുവിൽ ചെല്ലണം എന്നെല്ലാ കാര്യങ്ങളും മോശയോട് പറഞ്ഞു. മോശ അതെല്ലാം കേട്ടു. ഹോരേബ് പർവ്വതത്തിലേക്ക് കയറിപ്പോയത് ആട്ടിടയനായിട്ടാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹോരേബ് പർവ്വതത്തിലേക്ക് മോശ കയറിപ്പോയത് ആട്ടിടയനായിട്ടാ, കയ്യിലൊരു വടിയും കുറെ ആടുകളുമായിട്ടാ. പക്ഷെ ഇറങ്ങി വന്നതോ ഒരു നേതാവായിട്ടാ, ഒരു ജനത്തിന്റെ നേതാവായിട്ടാ സ്വർഗം അവനെ താഴെ ഇറക്കിയത്. ഒരു കാര്യം ഞാൻ അവിടെ നിന്ന് പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ സ്വർഗമായി നടന്നാൽ, നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവമായി ഒരു കൂടിക്കാഴ്ച നടന്നാൽ, ഒരു പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ഒരു ദർശനം എൻ്റെ ദൈവമായിട്ട് നിന്റെ ജീവിതത്തിൽ നടന്നാൽ, നീ കയറിപ്പോയതുപോലെ ആയിരിക്കില്ല ഇറങ്ങി വരുന്നത്. നീ ഒരു വ്യത്യസ്തനായ വ്യക്തിയായി സ്വർഗം നിന്നെ പുറത്തെടുക്കും. എൻകൗണ്ടർ നടന്നാൽ സ്ഥാനം മാറും. എൻകൗണ്ടർ നടന്നാൽ പൊസിഷൻ മാറും. എൻകൗണ്ടർ നടന്നാൽ എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടൊരു കൂടിക്കാഴ്ച നടന്നാൽ കുടുംബത്തിന്റെ നിലവാരം മാറും. നിങ്ങൾ ആമേൻ പറയത്തില്ല, പക്ഷെ ഞാൻ പറയും. എന്റെ മാറ്റിയ സ്വർഗമായി ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നത്, എന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ സ്വർഗമായി ഇന്ന് ഇവിടെ ഉള്ളത്. അവൻ നിങ്ങളെയും കാണുന്നുണ്ട്. അവനത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. ശമൂവേലിന്റെ അടുക്കൽ പോയി മടങ്ങി വന്ന ശൗലിന്റെ തലമേൽ അഭിഷേക തൈലം വീണപ്പോൾ അവിടെ ഒരു പദം
വ്യത്യസ്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ശൗൽ ആൾ മാറിയവനെ പോലായിരുന്നു. എൻകൗണ്ടർ നടന്നാൽ ആൾ മാറും. ദൈവമായിട്ടൊരു കൂടിക്കാഴ്ച ആരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ സ്ഥിതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ഷേപ്പിന് മാറ്റം വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ കുടുംബത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ തലമുറയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ആത്മീയ ജീവിതത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അവരെ സ്വർഗം കരം പിടിച്ച് നടത്തിയിട്ടുണ്ട്. തികഞ്ഞ പ്രാഗൽഭ്യത്തോടെ ഇന്ന് പകൽ ഈ ദൈവസഭയിൽ നിന്ന് ഞാൻ എൻ്റെ പ്രാണപ്രിയനെ ഉയർത്തുന്നത്. കൈഞ്ഞൊടിച്ച് ചോദിച്ചിട്ടുണ്ട്, നിന്റെ മക്കളെ പഠിപ്പിക്കുന്ന എനിക്കൊന്ന് കാണണമെന്ന്. പ്രൈസ് ദി ലോർഡ്. എൻകൗണ്ടറിന് തയ്യാറാകുക. ദൈവമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകുക. ഇന്ന് പകലൊന്ന് അകമഴിഞ്ഞ് ആഗ്രഹിക്കുക, അപ്പാ എൻ്റെ അപ്പനുമായ ഒരു എൻകൗണ്ടർ ഇന്നെൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണം. അതിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുന്നതാണെങ്കിൽ അതെനിക്കിന്ന് പകൽ വേണം. അതിൻ്റെ കുടുംബത്തിന് മാറ്റം വരുന്നതാണെങ്കിൽ അതിന്ന് എനിക്ക് വേണം. അതിൻ്റെ തലമുറയ്ക്ക് ഒരു മാറ്റം വരുന്നതാണെങ്കിൽ അത് ഇന്ന് എനിക്ക് വേണം. അങ്ങയുമായ ഒരു കൂടിക്കാഴ്ചയോട് കൂടിയേ ഞാൻ ഈ ആലയം വിട്ട് പുറത്തു പോകൂ എന്ന് ദൃഢനിശ്ചയം ഹൃദയത്തിനകത്തെടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യലുണ്ടെങ്കിൽ എൻ്റെ അപ്പനുമായ ഒരു എൻകൗണ്ടർ ഇന്ന് പകൽ ഇതിനകത്ത് നടന്നിരിക്കും. ദൈവമക്കളെ, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ, ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ, പച്ചവെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തും എല്ലാ ഇലകളും വഴട്ടിക്കൊടുത്തു അതുമാത്രം തിന്നൊക്കെ ജീവിച്ച എൻ്റെ മക്കളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് ചോദിച്ച് ചലഞ്ച് ചെയ്തവരുടെ നടുവിൽ ലോകത്തിലെ ഒരു മനുഷ്യനും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ കഴിയാത്ത വിധത്തിൽ സ്വർഗം ഏറ്റെടുത്ത് പഠിപ്പിച്ചു. ഒന്ന് കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അടകജാന ദുബിരകേത കസ്തുന. ഇന്ന് ചിലതൊക്കെ സ്വർഗം ഇതിന് നടുവിൽ ചെയ്യാൻ പോകുകയാ. നീ പ്രതീക്ഷിക്കാത്ത ചില മേഖലകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വഴികളിലൂടെ സ്വർഗം നിന്നെ നടത്താൻ പോകുകയാ. ഇന്നൊരു കൂടിക്കാഴ്ച ഇതിനകത്ത് നടക്കും. ആ കൂടിക്കാഴ്ച ചിലതൊക്കെ ഇതിനകത്ത് സംഭവിക്കും. എൻ്റെ സ്വർഗം എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്തു. സാധാരണ സ്കൂൾ വിദ്യാഭ്യാസമോ പ്രീ ഡിഗ്രിയോ അങ്ങനൊന്നും അല്ല ദൈവമക്കളെ. കോടികൾ കയ്യിൽ വെച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ലാതെയും അഡ്മിഷൻ വകുപ്പില്ലാതെയും പഠിക്കാൻ പറ്റാതെയും പലരും പരാജയപ്പെട്ടു പോകുന്ന MBBS എന്ന് പറഞ്ഞ കോഴ്സ് ഒരാളെയല്ല, എൻ്റെ അപ്പൻ രണ്ടുപേരെയും പഠിപ്പിച്ചിറക്കി. നിങ്ങൾ സ്തുതിക്കത്തില്ല. എനിക്ക് പറ്റുമായിരുന്നു ഞാനിവിടെ കിടന്ന് ചാടിയേനെ. ലൈവ് പോകുന്നതുകൊണ്ട് ഒന്നും നടക്കത്തില്ല പലപ്പോഴും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടുപേരെ ഒരുപോലെ എൻ്റെ സ്വർഗം പഠിപ്പിച്ച് പുറത്തിറക്കി. അങ്ങനെ ദൈവമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായ തലമുറയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടണ്ട കേട്ടോ. മാതാപിതാക്കൾ ദൈവമായിട്ടൊരു ബന്ധത്തിന് തയ്യാറാകുക. നിങ്ങളൊരു എൻകൗണ്ടറിന് തയ്യാറാകുക. സ്വപ്നം കാണാത്ത വഴി ദൈവം തുറക്കും. സ്വപ്നം കാണാത്ത വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കും. സ്വപ്നം കാണാത്ത രാജ്യത്ത് ദൈവം നിന്നെ വിടും. ഈ നാമനിമിത്തം ദൈവം നിന്നെ മാനിക്കും. ദൈവവുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ആര് തയ്യാറാകുന്നു അവരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചിരിക്കും. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ പലർക്കും ഒരു അത്ഭുതമാണ്. എൻകൗണ്ടർ നടന്നാൽ അങ്ങനെ ഭയങ്കര അത്ഭുതമാണ്. ഫറവോനെ പേടിച്ച് അവൻ കൊല്ലുമെന്ന് പേടിച്ച് മിസ്രൈം വിട്ട് ഓടി വന്നവനാ. എൻകൗണ്ടർ കഴിഞ്ഞപ്പോഴത്തേക്ക് ധൈര്യമായിട്ട് ചെന്നിട്ട് പറഞ്ഞതേ, ഞാൻ 40 വർഷം ഇതിൻ്റെ സുഖലോലുപതയിൽ ജീവിച്ച, ഇവിടെ പഠിച്ച, ഇവിടെ നടന്നിട്ട് പോയവനാ. ഞാൻ വന്നിരിക്കുന്നത് മോശയുടെ നാമത്തിലല്ല, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ്. ആള് മാറുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആള് മാറുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? എൻ്റെ ദൈവമക്കളെ, നിങ്ങൾ മിണ്ടണില്ല. എൻ്റെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് ദൈവാത്മാവിലൊരു അഭിഷിക്തൻ എന്നോട് വന്ന് ദൂത് പറഞ്ഞു, ജോലി ചെയ്തുകൊണ്ടിരിക്കുക. കിട്ടുന്ന സമയത്തെല്ലാം ഞങ്ങൾ ട്രാക്റ്റ് കൊടുക്കാനും പരസ്യോഗത്തിനൊക്കെ പോകുന്നൊരു സ്വഭാവം അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഈ ആഴ്ചയും പരസ്യോഗത്തിന് പ്രസംഗിച്ചിട്ട് നിൽക്കുക. അടുത്ത ആഴ്ചയും ഉണ്ട് 4 ദിവസം പരസ്യോഗം. ഇഷ്ടമാണ്. അതിൻ്റെ പിന്നിലും ഒരു ചരിത്രമുണ്ട്. ഒറ്റ സെക്കൻഡ് വെറുതെ കളയില്ല കേട്ടോ. ഒരു മനുഷ്യനോടെങ്കിലും, അടുത്തിരിക്കുന്ന ആളിനോടെങ്കിലും കർത്താവിനെ കുറിച്ച് ഒരു ദിവസമെങ്കിലും പറയാൻ പറ്റിയില്ലെങ്കിൽ, ഒരാളോടെങ്കിലും പറയാൻ പറ്റിയില്ല, തീർന്നു നമ്മൾ.
സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ. സ്തോത്രം. ഒരു ദേവദാസൻ വന്നിട്ട് എന്നോട് ദൂത് പറഞ്ഞു, അരമുറുക്കി നീ എഴുന്നേക്കണം. ഞാനെന്നൊരു അത്യാവശ്യം പാടാനൊക്കെ പോകുന്ന സമയമാണ്. കൃപയാൽ അങ്ങനൊരു കൃപ കർത്താവ് ഉണ്ടായിരുന്നു. ഇപ്പം ഇതെല്ലാം മാറ്റി വെച്ചു. സൗണ്ടൊക്കെ കർത്താവ് മാറ്റിയതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ രണ്ടുമായി ഞങ്ങൾ പാടാൻ പോകും. അന്നേരം കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞു, നീ ആള് മാറും. എൻ്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. ഛത്തീസ്ഗഡിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലാണ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രാക്ട് കൊടുക്കാൻ പോയി. ഒരു വീട്ടിൽ കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ സമയത്ത് വേറൊരു ദേവദാസൻ അവിടെ വന്ന് എന്നോട് ദൂത് പറയാൻ കർത്താവ് കൊണ്ടുവന്നതുപോലെ ആ മനുഷ്യൻ എന്നോട് ദൂത് പറഞ്ഞു, അരമുറുക്കണം. പുരുഷനെ പോലെ അരമുറുക്കി എൻ്റെ നാമത്തെ ഉയർത്താൻ ഞാൻ നിന്നെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. 2015 2014 സമയങ്ങളിലാണ്. ഒന്നും മനസ്സിലായില്ല കേട്ടോ. ഈ ട്രാക്ട് കൊടുക്കലും പരസ്യയോഗവും മാത്രമല്ലേ ഉള്ളൂ നമുക്ക്. പപ്പ പ്രസംഗിക്കും. അതും ആദിവാസികളുടെ ഇടയിൽ അവരിൽ ഒരുവനെ പോലെ ജീവിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്ന സമയമാണ്. 2018 ജൂൺ മാസം 27-ാം തീയതി ഞാൻ കുവൈറ്റിലായിരുന്ന സമയത്ത് ഒരു ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അവിടെ പോയിരുന്ന സമയത്ത് 120 മൈൽ ടാക്സി വിളിച്ച് ഒരഭിഷിക്തൻ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ വാതുക്ക വന്നു. ആരും പറഞ്ഞിട്ടില്ല, പരിശുദ്ധാത്മാവ് വഴി കാണിച്ചു കൊടുത്ത് വന്നതാണ്. 2018 ജൂൺ 27. ഞാൻ ഡേറ്റ് ഒരിക്കലും മറക്കില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവദാസിയോട് പറഞ്ഞ ദൂത് ദൈവാത്മാവ് വീണ്ടും ആവർത്തിക്കുന്നു. നീ ഒരു പുരുഷനെ പോലെ അരമുറുക്കി ഇറങ്ങണം. ഒരു പുരുഷനെ പോലെ ശുശ്രൂഷിപ്പാൻ ഞാൻ നിന്നെ നിർത്തും എന്ന് പറഞ്ഞു. ആർത്തലിച്ച് പടർന്നു പന്തലിക്കാമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വൻവൃക്ഷം നിന്റെ കുടുംബത്തിൽ വേരോടെ വീണുപോകാൻ പോകുകയാണ്. നീ എത്ര ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും ആ വൃക്ഷം ഇനി നിൽക്കില്ല എന്നോട് പറഞ്ഞിട്ട് അദ്ദേഹം അപ്പം തന്നെ വീട്ടിൽ കയറി ഇരുന്നു പോലുമില്ല, ഇറങ്ങി അങ്ങ് പോയി. ദൈവമക്കളെ റിസൈൻ ചെയ്തു. 2014 റിസൈൻ ചെയ്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമല് കൊടുക്കാൻ 4 വർഷം സ്വർഗത്തിലെ ദൈവം എന്നെ മുട്ടുമേ കോളേജിൽ ഇരുത്തി പഠിപ്പിച്ചു. ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല, മുട്ടുമേ കോളേജിൽ ഇരുത്തി പഠിപ്പിച്ചു. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ശുശ്രൂഷിക്കണം, എങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കണം, എങ്ങനെ ഒറ്റയ്ക്ക് കർത്താവിനെ ഉയർത്തണം, പ്രതിസന്ധികളിൽ എങ്ങനെ ജീവിക്കണം, അപ്പനുമായിട്ട് എങ്ങനത്തെ ബന്ധത്തിലായിരിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അപ്പനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ജീവിതത്തിൽ എങ്ങനെ പുലർത്തണം, ഈ കാര്യങ്ങളെല്ലാം 2014 മുതൽ 2018 വരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടാണ് ഈ ദൂത് എന്നെ കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പറയിപ്പിച്ചത്. പറഞ്ഞതിൻ്റെ 4-ാമത്തെ ദിവസം അദ്ദേഹം ദൈവാത്മാവിൽ ദൂത് പറഞ്ഞതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷമാ പൂർണ്ണമായും കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് പ്രസംഗം അല്ലെങ്കിൽ കർത്താവിനെ ഉയർത്തുക എന്നൊരു ശുശ്രൂഷയിലേക്ക് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ദൈവത്തിനൊരു മനുഷ്യനെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ അവൻ്റെ രൂപം മാറും, അവൻ്റെ ഭാവം മാറും, അവൻ്റെ ശബ്ദം മാറും. ചിലർക്കൊന്നും ആരാധിക്കുന്നോ തുള്ളുന്നതോ കൈയടിക്കുന്നോ അന്യഭാഷ പറയുന്നൊന്നും പിടിക്കത്തില്ല. ഗ്ലോറി. ഇവിടെ അങ്ങനെ ഇല്ലാത്തതിനായി സ്തോത്രം. ആരും അല്ലല്ലേ പറഞ്ഞില്ലല്ലോ, ഞാനങ്ങ് പറയാം. ഞാനും കർത്താവിൻ്റെ ദാസനുമായി അങ്ങനെ ഒന്ന് സംസാരിച്ചായിരുന്നു, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞ. കിട്ടുന്ന സമയം ദൈവത്തെ ശക്തിയോടെ ആരാധിച്ചോണം. കിട്ടുന്ന സമയം ശബ്ദം എത്രയും ഉയർത്താൻ പറ്റുമോ അത്രയും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ എല്ലാം ഈ വാതിലിന് അപ്പുറത്ത് മാറ്റി വെച്ചിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. ശക്തമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതന്റെ കൺട്രോൾ പരിശുദ്ധാത്മാവിന് കൊടുത്തോണം. അങ്കിലെ ഭാവം മാറത്തുള്ളൂ. ഒരു എൻകൗണ്ടർ പ്രോപ്പർ ആണെങ്കിൽ നിന്റെ ഭാവം മാറിയിരിക്കും. ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ, ഒരു കൂടിക്കാഴ്ച പ്രോപ്പർ ആണെങ്കിൽ അവരുടെ ലൈഫ് ദൈവം മാറ്റിയിരിക്കും. അതാ ഞാൻ ആദ്യം പറഞ്ഞ അഭിനയ ഭക്തി ഒന്നും നമുക്ക് വേണ്ടെന്ന് പറഞ്ഞത്. കരഞ്ഞ് പ്രാർത്ഥിച്ച അപ്പം കേൾക്കത്തില്ലയോ? മിണ്ടണില്ലല്ലോ. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ എൻ്റെ അപ്പം കേൾക്കും.
കാരണം കണ്ണുനീർ തൂകുമ്പോൾ ഇത്ര നല്ല അപ്പനെ അപ്പനായി കിട്ടിയതിന് ദൈവത്തെ മഹത്വപ്പെടുത്തും. വിളിച്ചാൽ ഉടനെ ഓടി അടുത്ത് വരുന്ന, കരയുമ്പോൾ കൂടെ കരയുന്ന, കഷ്ടതയിൽ കൂടെ നടക്കുന്ന, കാലിന് വയ്യാതെ വരുമ്പോൾ, സ്വാധീനക്കുറവ് വരുമ്പോൾ, നടക്കാൻ പറ്റാതെ വരുമ്പോൾ തോളിൽ വഹിക്കുന്ന ഇങ്ങനൊരു അപ്പനെ കിട്ടിയതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നീ ഒറ്റയ്ക്കല്ലെന്നൊരു ചിന്ത, ഒരിക്കൽ പോലും നീ ഒറ്റയ്ക്കാണെന്നൊരു ചിന്ത നിന്റെ അകത്തളത്തിൽ വരാതെ വണ്ണം എപ്പോഴും കരം പിടിച്ച ഒരു മകൻ അപ്പൻ കൂടെ നടക്കുന്ന പോലെ നടക്കുന്ന അപ്പനെ കിട്ടിയതിൽ സന്തോഷിക്കുക. ഈ അപ്പനുമായ ഒരു കൂടിക്കാഴ്ച എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയായത്, ശുശ്രൂഷയിൽ കർത്താവിനെ ഉപയോഗിക്കാൻ ആരംഭിച്ചത്. അയ്യോ, ഞങ്ങളുടെ മുട്ടുമണ്ണിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുക, സ്വോത്രം പറയുന്നില്ല ഞാൻ, പലതും അങ്ങ് വിഴുങ്ങുക. മാറുമെന്ന് യഥാർത്ഥ എൻകൗണ്ടർ കർത്താവുമായിട്ടൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ്റെ ഭാവം മാറും, അവൻ്റെ പൊസിഷൻ മാറും, അവൻ്റെ തലമുറകളുടെ സ്ഥിതിക്ക് ഭേദം വരും, അവൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതിക്ക് ഭേദം വരും, അവൻ്റെ ആത്മീയ നിലവാരത്തിന് ഭേദം വരും, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരും, അവൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് മാറ്റം വരും, അവൻ്റെ പാട്ടിന് മാറ്റം വരും, അവൻ്റെ ആരാധനയ്ക്ക് മാറ്റം വരും. യഥാർത്ഥമായി ദൈവവുമായൊരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായേ പറ്റൂ. ദൈവവുമായൊരു കൂടിക്കാഴ്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ അവൻ മൊത്തത്തിൽ മാറും കേട്ടോ. മാറണം. യഥാർത്ഥ കൂടിക്കാഴ്ചയുടെ അടയാളം അതാ, മാറിയിരിക്കും നമ്മൾ. അതുവരെ സംസാരിച്ച ടോക്കിംഗ് സ്റ്റൈൽ ആയിരിക്കത്തില്ല പിന്നെ സംസാരിക്കുമ്പം, അതുവരെ ആരാധിച്ച ആരാധന ആയിരിക്കത്തില്ല പിന്നെ ആരാധിക്കുമ്പം, അതുവരെ നടന്ന സ്റ്റൈലായിരിക്കത്തില്ല പിന്നെ നടക്കുമ്പം. കാരണം ദൈവവുമായിട്ടൊരു അഭേദ്യമായ ബന്ധം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ പിന്നെ അവനെ എക്സ്പ്രസ് ചെയ്യുന്നവനായിരിക്കത്തില്ല, അവൻ ദൈവത്തെ എക്സ്പ്രസ് ചെയ്യുന്നവനായിരിക്കും. അവൻ പിന്നെ അവനെ ഉയർത്തുന്നവനായിരിക്കത്തില്ല, അവൻ ദൈവത്തെ ഉയർത്തുന്നവനായി മാറും. പിന്നെ അവനെ അല്ല പ്രസന്റ് ചെയ്യുന്നത്, അവനിൽ വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യത. പരസ്യത്തിന് പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു ദിവസം ഒരു ഓട്ടോക്കാരൻ എൻ്റെ അടുത്ത് വന്ന് എനിക്കിട്ടൊരു ചെറിയ തട്ടൊക്കെ തന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് നാണമില്ല? നാണമില്ല. പരസ്യമായിട്ട് ആരുടെ മുമ്പിലും പറയും യേശുവിനെ ഉയർത്തുന്നതിന് ഒരു നാണമില്ലെന്ന് പറയും. കാരണം എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുമെന്നുള്ള വചനം പോലെ എൻ്റെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരുവനാ നസറേയനായ യേശു. അവനെ ഉയർത്തിയാൽ അവൻ എന്നെ ഉയർത്തുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവനെ എവിടെയും ഞാൻ ഉയർത്തും. എന്നിട്ട് എന്നോട് പറഞ്ഞ 2-3 കാര്യങ്ങൾ. നിങ്ങളെ കണ്ടാൽ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കുടുംബത്തിലാണെന്നാ തോന്നുന്നേ, അത്യാവശ്യം വിദ്യാഭ്യാസവും നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ. നമ്മളാണെങ്കിൽ അപ്പോഴേ വെടിക്കെട്ട് തീർന്നു നമ്മുടെ പരിപാടി. ഞാൻ പറഞ്ഞു, സഹോദരാ, ഈ യേശുവിനെ നിങ്ങളൊന്ന് അറിഞ്ഞാൽ മതി, പിന്നെ നിങ്ങൾ എന്നെക്കാട്ടിലും സ്പീഡിൽ ഓടുമെന്ന് പറഞ്ഞു. എന്നെക്കാട്ടിലും സ്പീഡിൽ യഥാർത്ഥമായിട്ട് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ദൈവമക്കളെ, ഞാൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പരമാർത്ഥമായിട്ടാണ് ശുശ്രൂഷിക്കുന്നത് കേട്ടോ. ഞാൻ വളരെ നിഷ്കളങ്കതയോടെ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ പ്രാണപ്രിയനെ യഥാർത്ഥമായി കണ്ടുമുട്ടിയവരാരും പിന്നെ താങ്ങൾക്കുള്ളവരുള്ളവരല്ല. പിന്നെ നമ്മളെ അല്ല പ്രസന്റ് ചെയ്യുന്നത്, നമ്മിൽ വസിക്കുന്ന ആത്മാവിനെയോ. പിന്നെ നമ്മളെയല്ല കാണിക്കുന്നത് നമ്മുടെ കരം പിടിച്ച് നടത്തുന്ന അപ്പനെയാ. പിന്നെ നമ്മളെയല്ല കാണിക്കുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെ വല്ലയിടത്തും കാണിക്കുന്നുണ്ടെങ്കിൽ ഓർത്താൽ മതി, യഥാർത്ഥ എൻകൗണ്ടർ നടന്നിട്ടില്ലെന്ന്. അങ്ങനൊക്കെ നിങ്ങൾ ചെന്ന് പറയുമെന്ന് ചെയ്തേക്കില്ല കേട്ടോ. നിങ്ങൾ യഥാർത്ഥ പരിശുദ്ധാത്മാവിലല്ല വസിക്കുന്നതെന്ന് ഞാൻ ആരോടും പറഞ്ഞേക്കരുത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി സൈലൻ്റായിട്ട്. യഥാർത്ഥമായി നമ്മുടെ സ്വിച്ച്, നമ്മുടെ മെയിൻ സ്വിച്ച്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നേ. മോശയുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു. ദൈവവുമായൊരു കൂടിക്കാഴ്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം ആരുടെ കൺട്രോളിലായി? പിന്നെ സ്വയം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്തോ? അതാ, ദൈവവുമായിട്ടൊരു യഥാർത്ഥ എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ
പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. വചനം പറയുന്നു, ഞാൻ നിങ്ങളെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി അറിയത്തില്ലേ? വിശക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഞാൻ പോയതുപോലെ സ്ഥലമൊരുക്കി നിങ്ങളെ ചേർപ്പാൻ മടങ്ങി വരും. കൺട്രോളറായിട്ട് കർത്താവിനെ സെലക്ട് ചെയ്താൽ മതി. പിള്ളേരെ എവിടെ കെട്ടിക്കണം, പിള്ളേരെ ഏത് കോഴ്സിന് വിടണം, പിള്ളേരുടെ അടുത്ത വിദ്യാഭ്യാസം എന്താകണം, എങ്ങനെയായിരിക്കണം, 1000 കൂട്ടം ആകുലതകളാണ് നമ്മുടെ ഹൃദയത്തിനകത്തുള്ളത്. എന്തുകൊണ്ടാണെന്നറിയോ? കണങ്ങല്ലേ? ഫുൾ കൺട്രോൾ അപ്പന് കൊടുക്കാത്തോണ്ടാ. കൊടുക്കണമെന്നേ, ഫുൾ കൺട്രോൾ അപ്പന് കൊടുക്കണം. നമ്മുടെ കർത്താവിനാണ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതെങ്കിൽ മുട്ടുമ്മേലിരുന്ന് ജാഗരിച്ചാൽ മതി. ഈ എഴുതി വെച്ചത് മാറി സകലതും സ്വർഗം ചെയ്യും. പ്രാപിക്കുന്നത് കൊണ്ട് പറഞ്ഞതാ, പ്രാപിച്ചത് കൊണ്ട് പറയുന്നതാ, ഇനിയും പ്രാപിക്കാൻ പോകുന്നത് കൊണ്ട് പറഞ്ഞതാ. ഒരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞാണ് നിങ്ങൾ ഹല്ലേലൂയ പറയുന്നതെങ്കിൽ എത്ര ശതമാനമാണ് പാസ്റ്റർ? എനിക്ക് 70 80% എനിക്കാണ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു. അതിൻ്റെ ബ്ലെസ്സിങ്സേ 20 ഉള്ളൂ നിങ്ങൾക്ക്. മനസ്സിലായില്ല? ഞാൻ ഹല്ലേലൂയ പറഞ്ഞാട്ടെ എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ഹല്ലേലൂയ പറയുന്നതെങ്കിൽ പറഞ്ഞ് പറയിപ്പിക്കുന്ന ഓരോ ഹല്ലേലൂയയിലും 80% ബ്ലെസ്സിങ്സ് എനിക്കാണ്, ബാക്കി 20 നിങ്ങൾക്ക്. ഇത്രയും പേരുടെ 80% എനിക്ക് കിട്ടുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ തന്നെത്താനെ കർത്താവിനെ സ്തുതിച്ചോ. ഹല്ലേലൂയ. രണ്ടാമത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവമായ ഒരു അഭേദ്യമായ കൂടിക്കാഴ്ച നടന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഇൻഡക്ഷൻ പൊളിയും. ഒന്ന്, അവൻ്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരും, ഭാവം മാറും, കുടുംബത്തിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരും, അവൻ്റെ ചിന്താഗതികൾ മാറും, അവൻ്റെ നടപ്പ് മാറും, അവൻ്റെ പ്രവൃത്തി മാറും, അവൻ്റെ സ്പിരിച്വൽ കണ്ടീഷൻസിന് മാറ്റം വരും, ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിന് മാറ്റം വരും. 2, അവൻ്റെ ഇൻഡക്ഷൻ മാറും. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. മോശയുടെ ആഗ്രഹം അടുത്ത ഫറവോനാകുക എന്നുള്ളതായിരുന്നു. പക്ഷെ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യഹോവയായ ദൈവം മോശയോട് പറയും, ഞാൻ ഫറവോന് നിന്നെ ദൈവമാക്കിയിരിക്കുന്നു. ഓ, നിങ്ങൾക്ക് കത്തിയില്ല, മനസ്സിലായില്ല. മോശയുടെ ആഗ്രഹം അടുത്ത ഫറവോൻ, പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം മോശ ഫറവോന്റെ ദൈവം. നിങ്ങളിത് ആത്മാവിൽ അക്സെപ്റ്റ് ചെയ്യാത്തതിൽ എനിക്ക് ഇത്തിരി സങ്കടമുണ്ട്. പക്ഷെ ഞാൻ മുഴുവനും വാങ്ങിച്ചോണ്ടേ പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം ദൈവം അങ്ങ് പൊളിക്കും. ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ മേലെ സ്വർഗം അങ്ങ് തരും. പക്ഷെ അത് ഏറ്റവും മേത്തരമായിരിക്കും. ഇന്ന് പകലത് ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ, ഒരിക്കലെങ്കിലും ആത്മാവിൽ അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ, എൻ്റെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകാമോ? അന്യഭാഷയിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ തയ്യാറാകാമോ? ഇത്രത്തോളം കൊണ്ടുവന്ന പ്രാണപ്രിയന്റെ സ്നേഹത്തെ ഒന്ന് ആത്മാവിൽ ചരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായി, ദൈവവുമായ ഒരു അഭേദ്യമായ കൂടിക്കാഴ്ച നടന്നാൽ സ്വഭാവം മാറും. സ്വഭാവം പിണങ്ങല്ലേ കേട്ടോ. ഞാൻ തിരുവചനത്തിൽ നിന്ന് ഒരാളെ കാണിക്കാമല്ലോ. ഇവിടുത്തെ ആരെങ്കിലുമൊക്കെ എന്നെങ്കിലൊക്കെ പറയുമ്പോഴല്ലേ സങ്കടം വരും. തിരുവചനത്തിൽ നിന്ന് ഒരാളെ കാണിക്കാം. യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 5-6 വാക്യത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തെ ഇതുവരെ കേൾവിയോ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഞാൻ കണ്ണാൽ നിന്നെ കാണുന്നു. അതുകൊണ്ട്
ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. മതി മോനെ, താങ്ക് യു സോ മച്ച്. അതുവരെ കേൾവിയേ ഉള്ളായിരുന്നു. കേൾവി മാത്രം ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് എന്തൊക്കെ പരിപാടിയാ പറഞ്ഞ പുള്ളി തൻ്റെ ജന്മദിവസത്തെ ശപിക്കുന്നുണ്ട്. തൻ്റെ ജന്മദിവസത്തെ താൻ തന്നെ ശപിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് താൻ പറയുന്നുണ്ട് തനിക്ക് തന്നെ താൻ നീതിമാനായി തോന്നുന്നുണ്ട്. 32-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യോബ് തനിക്ക് തന്നെ നീതിമാൻ എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ്റെ സ്നേഹിതന്മാർ മിണ്ടാതിരുന്നു. യോബാന്ന് ഓർക്കണേ, യഹോവ സാക്ഷ്യപ്പെടുത്തിയ മനുഷ്യനാന്ന് ഓർക്കണം. പക്ഷേ ദൈവവുമായൊരു കൂടിക്കാഴ്ച 42-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് നടന്നപ്പം യോബ് പറയുക, ഇതുവരെ എനിക്ക് അവനെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ കണ്ണാലെ കണ്ടു. ഇതുവരെ കേട്ടറിവേ ഉള്ളായിരുന്നു, ഇപ്പം ഞാൻ ഡയറക്റ്റ് കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, ഞാൻ എന്നെ തന്നെ വെറുത്തു. ഞാൻ നീതിമാനാണെന്നോട് തോന്നൽ എനിക്കുണ്ടായിരുന്നു, അത് വെറും ചാബല്യമെന്ന് ഞാൻ കരുതി. ഞാൻ മഹാനാണെന്നൊരു ചിന്ത എൻ്റെ അകത്തളത്തിലുണ്ടായിരുന്നു, അത് ഞാൻ നഷ്ടപ്പെടുത്തി. എന്നെ തന്നെ വെറുത്ത്, ഞാൻ എന്നെ തന്നെ, എല്ലാവരുടെയും അകത്തളത്തിൽ വസിക്കുന്ന ഒരു ഞാനുണ്ട്, എല്ലാവരുടെയും അകത്തളത്തിൽ വസിക്കുന്ന ഒരു സ്വയമുണ്ട്. സ്വയം ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ 40 ദിവസം ഉപവസിച്ചു, ഞാൻ കരഞ്ഞപ്പോൾ, ഞാൻ കൈവച്ചപ്പോൾ, ഒന്നുമല്ല. ഈ ഞാൻ മരിക്കണമെങ്കിൽ യഥാർത്ഥമായി ദൈവവുമായൊരു കൂടിക്കാഴ്ച നടക്കണം. ഞാൻ മരിക്കട്ടെന്ന് മാറിൽ ചാരിക്കിടന്നവൻ പറയുക, ഞാനോ കുറയണം, യേശു എന്നിൽ വളരണം. ഇന്ന് പകൽ എന്നിലെ ഞാൻ എവിടെയൊക്കെയോ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ ഞാൻ തയ്യാറാണെന്നും അതിനെ ത്യജിക്കാൻ ഞാൻ തയ്യാറാണെന്നും ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ മുഴുവനുമായി എൻ്റെ മൺകൂടാരത്തിൽ വ്യാപരിക്കേണ്ടതിന് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്നും ഹൃദയംഗമായി സമർപ്പിക്കാൻ പറ്റുന്ന എത്ര പേര് ഇന്ന് പകൽക്കാലം ഇതിൻ്റെ നടുവിലിരിപ്പുണ്ട്. അവരുമായിട്ട് ദൈവത്തിനൊരു എൻകൗണ്ടർ എന്നുള്ളത്, അവരുമായിട്ട് ദൈവത്തിന് ചിലത് സംസാരിക്കാനുള്ളത്, അവരോടാ ദൈവത്തിന് ഇന്ന് പകൽ ചിലത് സംസാരിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ എന്തൊക്കെയോ ആണെന്നൊരു ഭാവമാണ് നമ്മുടെയൊക്കെ അകത്തളത്തെ ഭരിക്കുന്നതെങ്കിൽ യഥാർത്ഥമായി ദൈവവുമായി ഒരു എൻകൗണ്ടർ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. ദൈവവുമായി ഒരു എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ, നടക്കണമെങ്കിൽ, ഞാൻ ഒന്നുമില്ലപ്പാ, ഞാൻ ഏതുമില്ല, അങ്ങയുടെ കൃപയാ എന്നെ ഇവിടം വരെ കൊണ്ടുവന്നതെന്ന് പറയാൻ തയ്യാറാകണം. ഈ ദൈവവുമായ ഒരു അഭേദ്യമായ ബന്ധത്തിൽ വന്ന പൗലോസ് പറയുന്നുണ്ട്, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എൻ്റെ അകത്തളത്തെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ലാഭമെന്ന് കരുതിയത് മുഴുവനും ഞാൻ ഛേദമെന്നെണ്ണി, എനിക്കുള്ളതെല്ലാം ഞാൻ ചപ്പെന്നും ചവറെന്നും എണ്ണി. കാരണം ഒന്നേ ഉള്ളൂ, എൻ്റെ അപ്പൻ മതി എനിക്ക്, ആ ശ്രേഷ്ഠത മതി എനിക്ക്, ആ കൂടിക്കാഴ്ച മതി എനിക്ക്, ആ സാന്നിധ്യത്തിൻ്റെ നിറവ് എനിക്ക് മതി. ഇന്ന് പകൽ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാണ്. നിങ്ങളുമായിട്ടാണ് എൻ്റെ ദൈവത്തിന് കാര്യമുള്ളത്. ഓ രഗദന ഘടകര ഹംദരാജനാരഗദന ഘടക വൈഡപ്രവദന ഘടക ശംദരാധകനഗദന ഘടകസി. യഥാർത്ഥമായി ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ ഓരോ ദിവസവും നമുക്ക് നോക്കുവാൻ, കണ്ടുപിടിക്കാൻ കാണുന്ന നമ്മിലുള്ള ന്യൂനതകൾ. ഏറ്റവും വലിയ പ്രവാചക ഗണത്തിൽപ്പെട്ട യെശയ്യാവ് 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ തൻ്റെ പ്രവചനാത്മാവിൽ താൻ പ്രവചിച്ചു പറഞ്ഞത് മുഴുവനും സകലത്തെയും കുറിച്ച് വിമർശിച്ചു പറഞ്ഞു. അയ്യോ കഷ്ടം, അവർക്കയ്യോ കഷ്ടം, ഇവർക്കയ്യോ കഷ്ടം. 6-ാം അധ്യായത്തിൽ എൻ്റെ ദൈവവുമായി ഒരു എൻകൗണ്ടർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കുകയാണ്. ഒസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ 6-ാം അധ്യായം തുടങ്ങുന്നത്. അതിൻ്റെ 1-2 വാക്യങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ആ മനോഹാരിത, ആലയത്തിൻ്റെ മനോഹാരിത, ദൈവസാന്നിധ്യത്തിൻ്റെ നിറവ്, അത് ആലയത്തെ മുഴുവനും നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറയുകയും, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. ദൈവമക്കളെ, യഥാർത്ഥ എൻകൗണ്ടർ,
യഥാർത്ഥമായി ദൈവമായി ഒരു കൂടിക്കാഴ്ച നമ്മുടെ അകത്തളത്തിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം വെളിപ്പെട്ട് വരുന്നത് നമ്മുടെ ന്യൂനതകളാ, ക്രമീകരിക്കപ്പെടേണ്ട മേഖലകളാ. ഇന്ന് പകൽ ഏതെങ്കിലുമൊക്കെ ക്രമീകരിക്കപ്പെടേണ്ട മേഖലകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിനകത്ത് അടുത്തു വന്ന് നിന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമാ. ആ സമയം വിനിയോഗിച്ചാൽ ദൈവവുമായ ഒരു കൂടിക്കാഴ്ച നടന്നേ നിങ്ങൾ ഇന്ന് ഈ ആലയം വിട്ട് പോകുവാൻ ദൈവം ഇടയാക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദിനം പ്രതി ശുദ്ധീകരണം പ്രാപിക്കണം. ദിനം പ്രതി നമ്മെ തന്നെ കഴുകണം. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെന്ന്. കരയുന്നവരെ നോക്കി എന്തെല്ലാം, അയ്യോ ഞങ്ങളുടെ ചർച്ച്, ഹല്ലേലൂയ, സ്തോത്രം. നന്നായിട്ട് ആരാധിക്കുന്നവരെയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരെയും നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നവരെയും നോക്കി ഒരുപാട് കാര്യങ്ങൾ ലോകം പറയും. കരയുന്നവരെ നോക്കി ലോകം പറയും. പറയുന്നവരിവിടെ പറയട്ടെന്ന്. നമുക്കിതൊന്നും കേട്ട് ഇവിടെ നിൽക്കാൻ നേരമില്ലെന്നോ. നമുക്ക് സമയം തീരാറായി. ഞാൻ പറയുന്നത് എൻ്റെ വേല തകച്ച് എൻ്റെ പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ മുത്തുപോൽ ഞാൻ കൊതിയോടെ കാത്തിരിക്കുകയാ. വേഗത്തിൽ പോകാൻ സമയമായി. ഇതൊക്കെ നമ്മുടെ അകത്തളത്തിൽ നിന്ന് യേശുവുമായിട്ട്, എൻ്റെ അപ്പനുമായിട്ട് അഭേദ്യമായ കൂടിക്കാഴ്ച നമ്മുടെ ജീവിതത്തിൽ ദിനം പ്രതി നടക്കുന്നെങ്കിൽ നമ്മൾ ഇങ്ങനൊന്നും അല്ലെന്ന്. ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം ഞാൻ ആത്മാവിൽ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ആ മോശ പറഞ്ഞതുപോലെ സാന്നിധ്യത്തിന്റെ നിറവ് എൻ്റെ മൺകൂടാരത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം നന്നായി ആത്മാവിൽ ഞാൻ കാണുന്നുണ്ട്. ദൈവം ഒരു എൻകൗണ്ടറിന് തയ്യാറായി ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ദൈവം ചിലരുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായി ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. നാളിതുവരെ കണ്ണുനീരോടെയാണോ നീ കഴിഞ്ഞു പോയത്? നാളിതുവരെ ഏകാന്തതയുടെ അവസ്ഥയിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? തീയുടെ ശോധനയിൽ കൂടെ നീ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ? എൻ്റെ പ്രാണപ്രിയൻ ഇന്ന് പകൽ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. നിന്റെ അടുക്കൽ എൻ്റെ പ്രാണപ്രിയൻ നിൽക്കുന്നുണ്ട്. അവനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായാൽ, അവനുമായി ഒരു അഭേദ്യമായ ബന്ധത്തിന് തയ്യാറായാൽ, ആ ബന്ധം ശക്തിയോടെ ഊർജ്ജത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, നിന്നെ കൈകളിൽ പിടിച്ചു നടത്തുവാൻ കരുത്തനായ ഒരു ദൈവ സാന്നിധ്യം ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവമായ ഒരു എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിയുമ്പോൾ നാം നമ്മെ തന്നെ ത്യജിക്കുന്നവരായി മാറും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻകൗണ്ടർ നടന്നാൽ നമ്മുടെ സ്ഥിതിക്ക് ദൈവമാറ്റം വരുത്തും. യഥാർത്ഥമായി ദൈവമായ ഒരു എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ നമ്മുടെ ഇൻഡക്ഷനുകളെല്ലാം മാറി ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനിടയായി തീരും. അടുത്ത ദൈവവുമായി ഒരു അഭേദ്യമായ കൂടിക്കാഴ്ച നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി നടന്നാൽ സമസ്ത മേഖലകളിലും, എക്സ്പെഷ്യലി നമ്മുടെ സ്വഭാവത്തിൽ വരെ ഒരു മാറ്റം ഉണ്ടാകും. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് പറഞ്ഞു, ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവും, മരിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്നാലും മരിച്ചാലും പുകഴാൻ, പ്രശംസിപ്പാൻ, അഭിമാനപൂർവ്വം ഉയർത്തിക്കാണിപ്പാൻ 1000 കാര്യങ്ങളുള്ള അപ്പോസ്തലനായ പൗലോസ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ പറയോ, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ദൈവമക്കളെ, ഇന്ന് പകൽ കർത്താവുമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? കർത്താവുമായ ഒരു കൂടിക്കാഴ്ച യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ ഒരു പൈശാചിക മണ്ഡലത്തിന് നമ്മെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഒരു പൈശാചിക മണ്ഡലത്തിന് നമ്മെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. എൻ്റെ മുമ്പിൽ തന്നിരിക്കുന്ന സമയം തീരാൻ ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ എങ്കിലും വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോയി ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കാൻ ഫറവോനോട് കൂടെ കൂടെ അപേക്ഷിക്കാൻ ചെന്ന യഹോവ പറഞ്ഞിട്ട് കൂടെ കൂടെ ചെന്ന മോശയെ നിസ്സാരന്മാരാക്കുവാൻ, ഭക്തന്മാരെ നിസ്സാരന്മാരാക്കുവാൻ അവർ കാണിച്ചതുപോലെ ഒരു അത്ഭുതം ഫറവോന്റെ മുമ്പാകെ ആ മന്ത്രവാദികളും വിദ്വാൻമാരും ചെയ്തു. എന്താണെന്നറിയാമോ? മോശയുടെ കയ്യിലിരുന്ന വടി താഴെയിട്ടപ്പോൾ സർപ്പമായതുപോലെ വിദ്വാൻമാരുടെയും മന്ത്രവാദികളുടെയും വടി താഴെ ഇടുവാനിടയായി തീർന്നു. മിസ്രൈമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ 1000-ലധികം വിദ്വാൻമാരും മന്ത്രവാദികളും നിറഞ്ഞു നിന്നിരുന്ന ഒരു ദേശമായിരുന്നു മിസ്രൈം. ആ മിസ്രൈമിൽ നിന്ന് ഇത്രയും വ്യക്തികൾ ഒന്ന് ഓർത്തു നോക്കിക്കേ. മോശയുടെ കയ്യിലിരുന്ന വടി താഴെ വീണു സർപ്പമായി.
ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന വടിയല്ലേ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന വടിയല്ലേ? ആ വടി താഴെയിടാൻ പറഞ്ഞു. താഴെയിട്ടപ്പോൾ സർപ്പമായി. ആ സർപ്പം അടങ്ങിക്കിടക്കത്തില്ലല്ലോ, അതിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുക. അപ്പോഴാ നിന്നെപ്പോലെ ഞങ്ങൾക്കും കാണിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് വിദ്വാൻമാരും മന്ത്രവാദികളും ആയിരക്കണക്കിന് വരുന്നവർ തങ്ങളുടെ വടിയും ഇതിൻ്റെ മുമ്പിൽ അങ്ങിട്ടു. മന്ത്രവാദികളുടെയും വിദ്വാൻമാരുടെയും വടിയിലാണ് അവരുടെ ശക്തി. വടികൊണ്ട് അവർ പലതിനെയും ആവാഹിക്കുന്നത്, വടികൊണ്ട് അവർ ദേശത്തെ ഭരിക്കുന്നത്, വടികൊണ്ട് പൈശാചിക മണ്ഡലത്തെ അവർ ആനയിക്കുന്നത്, വടികൊണ്ട് അവർ അവരുടെ മന്ത്രവാദം ചെയ്യുന്നത്. ആ വടിയും പ്രാഗൽഭ്യത്തോടെ അവർ തറയിലിട്ടു. അതും സർപ്പമായി തീർന്നു. ദൈവവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയവൻ്റെ വടി ദൈവം പറഞ്ഞിട്ട് താഴെയിട്ടപ്പം എൻകൗണ്ടർ, ദൈവവുമായിട്ട് അഭേദ്യമായ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്നവൻ ഇട്ട വടി കണ്ടോണ്ട് ബാക്കിയുള്ളവരും വടിയിട്ടു. ഒരു സെക്കൻഡേ വേണ്ടി വന്നുള്ളൂ. ദൈവവുമായി അഭേദ്യമായ ബന്ധത്തിലിരുന്നവൻ്റെ വടി ബാക്കി സകല വടികളെയും വിഴുങ്ങിക്കളഞ്ഞു. സകല വടികളെയും വിഴുങ്ങിക്കളഞ്ഞു. ചരിത്രം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കാം. പക്ഷെ ഞാൻ അവിടെ നിന്നും കൊണ്ട് ദൂത് പറയുക, ആ വടി, ആ മോശയുടെ കയ്യിലിരുന്ന വടി, ആ മോശയുടെ കയ്യിലിരുന്ന വടി സർപ്പമായി തീർന്നത് ബാക്കി വിദ്വാൻമാരുടെയും മന്ത്രവാദികളുടെയും വടികളെ മുഴുവനും വിഴുങ്ങിക്കളഞ്ഞപ്പോൾ മിസ്രൈമിന്റെ പൈശാചിക മണ്ഡലത്തെ മുഴുവനും എൻകൗണ്ടർ പ്രാപിച്ചവന്റെ വടിക്കകത്ത്, ആ ദൈവവുമായി കൂടിക്കാഴ്ച നടത്തിയവന്റെ വടിക്കകത്ത് ആ ദൈവാത്മാവിൽ അവരത് വിഴുങ്ങിക്കളയുവാനിടയായി തീർന്നു. എൻകൗണ്ടർ ദൈവവുമായിട്ട് അഭേദ്യമായ ബന്ധത്തിലെങ്കിൽ ഒരു ശക്തിക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഒരു ശക്തിക്കും നിന്നെ ജയിക്കാൻ പറ്റത്തില്ല, ഒരു ശക്തിക്കും നിന്നെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല, ഒരു ശക്തി നിന്റെ കുടുംബത്തെ ലക്ഷ്യം വെക്കാൻ പറ്റത്തില്ല, ഒരു ശക്തിക്ക് നിന്റെ തലമുറകളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, നിന്റെ നന്മയ്ക്ക് കേടുവരുത്താൻ പറ്റത്തില്ല. അടകജാല ദുബിനഗേദ ഗസ്തുന റിബ മാസികെ അടകെ റെമേലോ ഹംദരെ ദൂന രഗദന ഗടഗസി അംദ രഗൽ കനഗ രഗദന ഗടഗ വൈഡമജ രഗദന ഗടഗസ്യാര മാമ. ദൈവമായിട്ടൊരു അഭേദ്യമായ കൂടിക്കാഴ്ച ഇന്ന് പകൽ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ദൈവസന്നിധിയിലൊന്ന് എഴുന്നേറ്റാട്ടെ. എനിക്കെൻ്റെ ദൈവമായിട്ടൊരു കൂടിക്കാഴ്ച വേണം. എനിക്കെൻ്റെ ദൈവമായിട്ടൊരു അഭേദ്യമായ എൻകൗണ്ടർ നാളിതുവരെ ആത്മീയ ജീവിതത്തിൽ പ്രാപിച്ചതല്ല. ഒരു വ്യത്യസ്തമായ കൂടിക്കാഴ്ച എൻ്റെ പ്രാണപ്രിയനുമായി എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, അപ്പ ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ നിന്നെ വന്നതുപോലെ വെറുതെ വിടുന്ന ദൈവമല്ല. ദൈവവുമായിട്ടൊരു അഭേദ്യമായ കൂടിക്കാഴ്ച എൻകൗണ്ടർ നടന്ന പത്രോസിനോട് കർത്താവ് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിനക്ക് തരികയാ. ഇന്ന് പകലത് ആത്മാവിൽ അനുഭവിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ടോ? നീ ഒരു സാധാരണക്കാരനായിട്ട് മടങ്ങി പോകുകയില്ല, ഒരു സാധാരണക്കാരിയായിട്ട് നീ ആലയം വിട്ട് പോകത്തില്ല. ദൈവവുമായിട്ടൊരു അഭേദ്യമായ ബന്ധത്തിലാണ് നീ തുടരുന്നതെങ്കിൽ, ദൈവവുമായിട്ടൊരു അഭേദ്യമായ ബന്ധം, ഒരു കൂടിക്കാഴ്ചയ്ക്ക് നീ ഇന്ന് പകൽക്കാലം തയ്യാറാകുമെങ്കിൽ, നീ എന്നെ ആളുമാറിയവനെ പോലെ പുറത്തുവിടുന്നൊരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽക്കാലമായി എൻകൗണ്ടർ സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലമായി എൻകൗണ്ടർ സംഭവിക്കട്ടെ. പൈശാചിക മണ്ഡലങ്ങളെ മുഷ്ടിക്കുള്ളിൽ ഒതുക്കുന്ന അഭിഷേകം ഇന്ന് പകൽക്കാലം പ്രാപിക്കുവാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾ. ഹല്ലേലൂയ. ദൈവമക്കളെ, സകല വിദ്വാൻമാരുടെയും മന്ത്രവാദികളുടെയും ശക്തി മോശയുടെ കയ്യിലിരുന്ന വടി വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാ 8-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ വരുമ്പോൾ, മോശ വടി ഭൂമിയിലടിച്ച് പൊടി പൊങ്ങി പേനുണ്ടായി. 18-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ മന്ത്രവാദികളും വിദ്വാൻമാരും അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കി, അവർക്ക് കഴിഞ്ഞില്ല താനും. എൻകൗണ്ടർ നടന്നാൽ നീ ഒരു വ്യത്യസ്തനാ.
എൻകൗണ്ടർ നടന്നാൽ നീ ഒരു വ്യത്യസ്തയാ. ആത്മാവിൽ ചലിക്കാൻ നീ തീരുമാനിച്ചാൽ നിന്റെ ജീവിതം വ്യത്യസ്തമാകും. ആത്മാവിൽ ചലിക്കാൻ തീരുമാനിച്ചാൽ നിന്റെ കൈച്ചുവട്ടിൽ, നിന്റെ കാൽച്ചുവട്ടിൽ അന്ധകാര മണ്ഡലങ്ങൾ മുട്ടുകുത്തുമെന്ന്. പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുവാൻ ഒരു അഭിഷേകമാണ് ദൈവവുമായിട്ടൊരു കൂടിക്കാഴ്ച നടക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് പകൽ ആ മണ്ഡലം ഇതിന്റെ നടുവിലൊന്ന് വ്യാപരിക്കട്ടെ. ദൈവാത്മാവുമായി ഒരു കൂടിക്കാഴ്ച ഇന്ന് പകൽ സംഭവിക്കട്ടെ. ഓരാമാന ശംദന ജഗന രഗദന ഘടക ശംദന അടകജാല ദുബിനഗേദ കസ്തുന രഗൽകദന ഘടകസ്യാര. വലതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് നിറകണ്ണുകളോടെ സ്വർഗത്തോടൊന്ന് സംസാരിക്കാമോ? അപ്പ, ഇതുവരെയുള്ള പോലെയല്ല എൻ്റെ ആത്മീയ ജീവിതം. ഇന്നെനിക്കൊരു കൂടിക്കാഴ്ച അങ്ങയുമായിട്ട് വേണം. എനിക്ക് അങ്ങയുമായ ഒരു അഭേദ്യമായ കൂടിക്കാഴ്ച വേണം. പലപ്പോഴും ഞാൻ തകർന്നു പോയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ തകർന്നു പോയിട്ടുണ്ട്. ഞാൻ തീയിൽ കൂടി കടക്കേണ്ടി വന്നിട്ടുണ്ട്. ആരും എന്നെ ആശ്വസിപ്പിക്കുവാനുണ്ടായിരുന്നില്ല. അവിടെയും നിന്റെ മധുരസ്വരം എൻ്റെ അകത്തളത്തെ ഭരിക്കുവാനിടയായി തീർന്നു. ഈ പകലപ്പ അങ്ങൻ്റെ കൂടെയുണ്ടെങ്കിൽ സകലതും കഴിയുമെന്ന് ഞാൻ കേൾക്കുവാനിടയായല്ലോ. അങ്ങൻ്റെ കൂടെയുണ്ടെങ്കിൽ പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കുവാൻ ഒരു അധികാരം എൻ്റെ മേൽ പകരപ്പെടുമെന്ന് ഞാൻ കേൾക്കുവാനിടയായി തീർന്നല്ലോ. ഒരു കൂടിക്കാഴ്ച എൻ്റെ അപ്പായെ എനിക്ക് അങ്ങയുമായിട്ടൊന്ന് വേണം. എൻ്റെ ജീവിതം ഒന്ന് മാറുവാൻ, എൻ്റെ ആത്മീയ ജീവിതത്തിനൊന്ന് മാറ്റം വരുവാൻ, എൻ്റെ സ്പിരിച്വൽ മോഡിലേക്ക് ഞാനൊന്ന് കയറി ചെല്ലുവാൻ, എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഒന്ന് പടുത്തുയർത്തുവാൻ, നിത്യത വരെയും വീറോടെ അങ്ങേക്ക് വേണ്ടി ഓടുവാൻ ഒരു വിശേഷ കൃപ ഈ പകൽ എൻ്റെ മേൽ പകരണമേ. ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ തയ്യാറാണപ്പാ. എൻ്റെ അടുക്കൽ ഒന്ന് വരണമെന്ന് ഹൃദയംഗമായി എത്ര പേര് ഇത് പകൽക്കാലം പ്രാർത്ഥിക്കും? ഓ രമാസിക്കാനാരാലഗദനഗഡഗസി അണ്ടനാജനാരഗദനഗഡഗശൈഡപ്രബദനഗഡഗസ്യാനമ. അപ്പായേ, 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 അവസാനത്തെ 40 വർഷം അങ്ങേ മുഖാമുഖമായി കണ്ട മോശ നിരവധി അത്ഭുതങ്ങൾക്ക് താൻ സാക്ഷിയായി തന്നിലൂടെ ചെയ്തെടുത്തു. അവനെ ഫറവോന്റെ ദൈവമാക്കി മാറ്റി. അന്ധകാര ശക്തികളെ കാൽ കീഴാക്കത്തക്ക വിധത്തിൽ നിന്റെ സാന്നിധ്യത്തിന്റെ നിറവിലൂടെ തന്റെ ഭക്തനെ ദൈവം നടത്തുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ അധികമായി കൊതിക്കുന്നു കർത്താവേ. അങ്ങയുടെ എൻകൗണ്ടർ, അങ്ങേമായ ഒരു എൻകൗണ്ടർ, അങ്ങേമായ ഒരു കൂടിക്കാഴ്ച ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അപ്പാ, എനിക്ക് മുന്നോട്ട് അങ്ങ് കൂടിയേ തീരുവപ്പാ. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് കൂടിയേ തീരൂ കർത്താവേ. ഇന്ന് കേട്ടതുപോലെ ഒരു വ്യത്യസ്തത എൻ്റെ ജീവിതത്തിൽ വരാൻ, എൻ്റെ കുടുംബത്തിനകത്തൊരു വ്യത്യസ്തത വരാൻ, എൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരു വ്യത്യസ്തത വരാൻ, എൻ്റെ ആത്മീയ ജീവിതത്തിനൊരു വ്യത്യസ്തത വരാൻ, എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു വ്യത്യസ്തത കൈവരാൻ അങ്ങേമായ ഒരു അഭേദ്യമായ ബന്ധം എൻ്റെ ജീവിതത്തിൽ വേണം കർത്താവേ. ഞാൻ അതിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ നല്ല കർത്താവേ, തിരുനാമത്തിന്റെ മഹത്വം. അങ്ങയുടെ കരത്തിൽ ഞാൻ ഈ സഭയാ കുടുംബങ്ങളെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്ത ഗണത്തെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതെ അപ്പാ, നിരന്തരമായി അങ്ങയുടെ സന്നിധിയിൽ അടിയൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഈ പകലും അങ്ങേയുമായ ഒരു കൂടിക്കാഴ്ച എൻ്റെ ജീവിതത്തിൽ തരണമേ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ തരണമേ. ഞങ്ങൾ ആൾമാറിയവരെ പോലെ ആകുവാൻ, പൈശാചിക മണ്ഡലങ്ങളെ ശക്തിയോടെ എതിർക്കുന്നവരായി മാറുവാൻ, പൈശാചിക മണ്ഡലങ്ങളെ വിഴുങ്ങിക്കളയുന്നവരായി മാറുവാൻ, പൈശാചിക മണ്ഡലങ്ങളെ ആത്മതീയിൽ വെന്തരിച്ചു കളയുന്നവരായി മാറുവാൻ ഈ ദൈവസഭയും ഈ ജനത്തെയും ദൈവം സഹായിക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു കർത്താവേ. ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ.